أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. بيان من أسلم بدعاية سيدنا أبي بكر رضي الله عنه. ആദ്യമായി പുരുഷന്മാരിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു എന്ന് പറഞ്ഞു. തങ്ങളോടൊപ്പം ദഅവത്തിന് വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹകരിച്ചു. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാവരും അംഗീകരിക്കപ്പെട്ട നല്ല മഹത്തായ സ്വഭാവമാണ്. മറ്റൊന്ന്, എല്ലാവരായിട്ടും കോണ്ടാക്റ്റ് ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്താ, സിദ്ദീഖ് തങ്ങൾ ഒരു കാര്യം സ്വീകരിച്ചാൽ അതിൽ അബദ്ധം പറ്റൂല. അതൊരു അംഗീകാരത്തിൻ്റെ ഒരു തെളിവായിട്ടാണെന്നെങ്കിൽ ജനങ്ങൾ നടക്കിലുണ്ട്. ഓരതിലുണ്ടാകും, എന്നാൽ പിന്നെ ശരിയായിരിക്കും. വിക്കൽട്ടുണ്ടങ്ങനെ ഇന്നാളവിടെ പോയില്ല, എന്നാൽ പിന്നെ ശരി തന്നെ. അങ്ങനെ നിരുപാധികം കണ്ടെടുക്കാൻ പറ്റൂല. അല്ല, വലമ്മ അസ്ലമ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി ദഅ ഇലല്ലാഹി, അങ്ങനെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു തങ്ങളോടൊപ്പം കൂടി. ഫഅസ്ലമ ബിദുആഇഹി ഖൽഖുൻ കസീർ, ധാരാളം ആളുകൾ മൂപ്പരുടെ ക്ഷണപ്രകാരം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനികളായ ആളുകളെയും മൂപ്പരുണ്ടെന്നുള്ളൂ. എല്ലാവരും പ്രധാനികൾ തന്നെ, പക്ഷെ എന്നാലും അശറത്തുൽ മുബശ്ശറ പെട്ട പലരുണ്ടല്ല. അതാ മിൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അഖ്ബറതനി ഖാലതി സുഅദ ബിൻതു ഖുറൈദ് സഹാബിയത്തിൽ അബ്സമിയ്യ. ഖാലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ സഹോദരി എന്നോട് പറയുന്നു, അത് ഉസ്മാൻ തങ്ങളോടാ പറയുന്നു, അന്നല്ലാഹ അർസല, അപ്പോൾ നിങ്ങളുടെ പേരെന്താ, സുഅദാന്നാ. അന്നല്ലാഹ അർസല മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല റസൂലാക്കി അയച്ചിട്ടുണ്ട് എന്നാര് പറഞ്ഞ്, ഉമ്മാൻ്റെ സഹോദരി പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങളുണ്ട്. വഹസ്തത്തിനി അലത്തിബാഹി, അങ്ങനെ തങ്ങളെ പിൻപറ്റണമെന്ന് എന്താക്കി മുത്തമ്മ അല്ലെങ്കിൽ ഇളയമായിരിക്കട്ടെ, മാതാവിൻ്റെ സഹോദരി അല്ലെങ്കിൽ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. വക്കാനലി മജ്ലിസുമിനെ സിദ്ദീഖ്, അങ്ങനെ സിദ്ദീഖ് തങ്ങളുമായിട്ട് എനിക്ക് കിടക്കുന്നുണ്ട് ഒരു മജ്ലിസ് ഉണ്ടാവും റളിയല്ലാഹു അൻഹു. ഫജിഅ്തുഹു, അങ്ങനെ സിദ്ദീഖ് തങ്ങൾക്കിലേക്ക് ഞാൻ പോയി. എന്താ, മൂപ്പരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യാം. ഫഅസബതുഹു വഹദഹു, അങ്ങനെ മൂപ്പർ ഒറ്റയ്ക്ക് കണ്ടു കിട്ടി. വസിർതു മുതഫക്കിറൻ, ഞാൻ കുറേ ചിന്തിച്ചിരുന്നു. ഫസഅലനി, അപ്പോൾ സിദ്ദീഖ് തങ്ങൾ എന്നോട് ചോദിക്കുന്നു, അൻ തഫക്കുരി, എന്താ ഉസ്മാൻ ഇങ്ങനത്തെ ചിന്തയില്. ഫഅഖ്ബർതുഹു, അങ്ങനെ ഞാൻ തങ്ങളുടെ വിഷയം സിദ്ദീഖ് തങ്ങളോട് വിഷയം പറഞ്ഞു. ബിമാ സമയത്തു മിൻ ഖാലത്തി, എൻ്റെ ഖാലത്തിൽ നിന്ന് കേട്ടത്. ഈ സംഭവം ചില കിതാബിൽ കാണാനില്ല, പഴയ കിതാബില്ലേ, അതിൽ ഈ സംഭവം പറയുന്നില്ല. ആ പേജ് വിട്ടുപോയതോ, പേജാണെങ്കിൽ തർത്തീബ് പ്രകാരമുണ്ടെന്തായാലും, അത് അച്ചടിയിൽ വിട്ടതോ, ഏത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ സംഭവങ്ങളാണ് പറയുന്നത്. അങ്ങനെ എന്തായി, ഖാലത്തിൻ്റെ മക്കളിൽ നിന്ന് കേട്ട വിവരം സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞ് ഫഹസനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ പ്രേരിപ്പിച്ചു. അത് ശരി തന്നെ, നീ അത് ചേരണം. വറഖബനി ഫിൽ ഇസ്ലാമിലേക്ക് എന്നെ ആഗ്രഹിപ്പിച്ചു. ഖാല, മൂപ്പർ പറയുന്നത്, ഫമാ കാന ബി അസ്റഅ മിൻ അൻ മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു അലിയുൻ.
അപ്പോൾ പറഞ്ഞ് തീരുമ്പോഴേക്ക് എത്രയും വേഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെ അലിയാർ തങ്ങളും കൂടിയിട്ട് തന്നെ അവിടത്തേക്ക് എത്തിച്ചു. യഹ്മിലു ലഹു സോബൻ, അപ്പോൾ അലിയാർ തങ്ങൾ ഒരു വസ്ത്രം വഹിക്കുന്നുണ്ട്. ഫഖാമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന്, തങ്ങളെ ബഹുമാനിക്കണമല്ലോ. ഫസാറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സഞ്ചരിച്ച് പോയതിന് ശേഷം ഫഖഅദ, സിദ്ദീഖ് തങ്ങൾ ഇരുന്നു. സുമ്മ അഖ്ബല അലയ്യ, പിന്നെ എന്നോട് മുന്നിട്ടിട്ട് പറഞ്ഞു, ഫഖാല അജിബില്ലാഹ തആല ഇലാ ജന്നതിഹി ഫഇന്നി റസൂലുള്ളാഹി ഇലൈക വഇലാ ജമീഇ ഖൽഖിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, അതിലേക്ക് നീ ഉത്തരം ചെയ്യണം. ഞാൻ നിങ്ങളിലേക്കാവട്ടെ മുഴുവൻ സൃഷ്ടികളിലേക്കാവട്ടെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞു. ഖാല ഫമാ തമാലക്തു ഹീന സമിഅതുഹു, അത് കേട്ട അവസരം തന്നെ എനിക്കെൻ്റെ നിയന്ത്രണം വിട്ടുപോയി എന്നാണ്, ആഗ്രഹം വന്നിട്ട്. അൻ ഖുൽതു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ ഞാൻ ചൊല്ലി. സുമ്മ ലം അൽബസ് അൻ സവ്വജനി റുഖയ്യത റളിയല്ലാഹു അൻഹ, തങ്ങളുടെ മകളുണ്ടല്ലോ റുഖയ്യ ബീവി, അവരെ അതിനടുത്ത് തന്നെ ഒട്ടും കൂടുതൽ താമസിക്കാതെ കണ്ട് എനിക്ക് വിവാഹം ചെയ്തു തന്നു, പുതിയപ്പടിയായി. വകാനത്ത് മിൻ അജ്മലി ഖൽഖില്ലാഹി വകാന ഉസ്മാൻ റളിയല്ലാഹു അൻഹു കദാലിക, സൃഷ്ടികളുടെ കൂട്ടത്തിൽ വലിയ സൗന്ദര്യമുള്ള വനിതയായിരുന്നു ആര്, റുഖയ്യ. അതുകൊണ്ട് നബിയേക്കാൾ ഭംഗിയുണ്ടെന്ന് ഞാൻ അർത്ഥം വരില്ല, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഭംഗിയുണ്ടാണ്. അത് പറയുന്നല്ലോ, നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നബിനെ അതിൽ പെടുത്തുകയും ചെയ്യില്ല, അത് വേറെ തന്നെയാണ്. അതുപോലെ ഉസ്മാൻ തങ്ങളും വലിയ സുന്ദരനാണ്. വകാന യതമന്ന തസവ്വുജ ബിഹാ മിൻ ഖബലു, മുമ്പേ തന്നെ നബിയുടെ മകളെ വിവാഹം ചെയ്യണം എന്ന ആഗ്രഹം വെച്ചിരിക്കുന്ന ആളാണ് ഉസ്മാൻ റളിയല്ലാഹു. അപ്പോൾ അതുപോലെയായി. ഖാല റളിയല്ലാഹു അൻഹു കുന്തു ബിഫിനാഇൽ കഅബതി ഫഖീല അൻകഹ മുഹമ്മദുൻ ഉത്ബത ബിൻ അബീ ലഹബ് ബിൻതഹു റുഖയ്യത ഫദഖലതനി ഹസറത്തുൻ അല്ലാ അകൂന സബഖതു ഇലൈഹാ. എന്താ ഉസ്മാൻ തങ്ങൾ പറയുന്നത്, ഞാൻ കഅബത്തിൻ്റെ മുറ്റത്തിരിക്കുന്നു. അപ്പോൾ ഒരു വാർത്ത കേട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായിട്ടുണ്ട്, അബൂ ലഹബിൻ്റെ മകനായ ഉത്ബത്തിന് റുഖയ്യനെ വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് ചെയ്തു കൊടുത്തെന്ന് ഒരു കേൾവി. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സുണ്ടാകുന്ന പ്രയാസം പറയണം. ഫദഖലതനി ഹസറത്തുൻ അല്ലാ അകൂന സബഖതു ഇലൈഹാ, അതിലേക്ക് ഞാൻ ആയില്ലല്ലോ. فانصرفت إلى منزلي فوجدت خالتي سعدة بنت قريش فأخبرتني أن الله أرسل محمدا صلى الله عليه وسلم. അങ്ങനെ വളരെ ദുഃഖിതനായിക്കൊണ്ട് ഞാൻ പുരയിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ഖാലത്തുണ്ടല്ലോ സുഹദ, ആ സുഹദ പറഞ്ഞ് എന്ത്, അല്ലാഹു തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാക്കി അയച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കിസിൻ്റെ തുടക്കം. നമ്മൾ ആദ്യം തുടങ്ങിയ അടുത്തേക്കല്ല. അപ്പോൾ അതൊക്കെ കിസത്തെ ഇസ്ലാമിൻ്റെ ആയ ഇസ്ലാമിത്ത് പറഞ്ഞു. അപ്പോൾ എന്തായി, സുമ്മ ലം അൽബസ് അൻ തസവ്വജതു റുഖയ്യ ബീബിനെ വിവാഹം ചെയ്ത് കൊടുത്ത് കഴിയിട്ടില്ല. പക്ഷെ എന്നിട്ട് ഇവിടെ ഉത്ബത്തിന് ആദ്യം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. അബൂ ലഹബ് പറഞ്ഞ് മര്യാദയ്ക്ക് വെക്കാൻ പറ്റൂല എന്നിട്ട് ഒഴിവാക്കിയില്ലേ. രണ്ട് മക്കളെ വിവാഹം ചെയ്തിട്ടുണ്ട്, അത് മുമ്പ് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടാണല്ലോ പിരിയാത്ത കാലത്തോളം ഞാൻ നിന്നെ നോക്കൂല ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അബൂ ലഹബ് കാട്ടി വീട്ടിൽ കൂടിയിട്ടില്ല. മറ്റൊന്ന് ഒരുത്തനുണ്ടാക്കിയ തങ്ങളോടുള്ള വെറുപ്പ് ശരിക്കും തെളിയിക്കാൻ വേണ്ടി തങ്ങളെ കുപ്പായം പറിച്ചു കയറിയത്. അതാ ദുഖൂലിന് മുമ്പായിക്കൊണ്ടെന്ന് ഇട്ടുപറിഞ്ഞു കമാലെത്തി. അത് ശേഷാൻ്റെ വിശദ വിവരം ഇനിയും പറയും. സുമ്മ ബഅദൻ തോഫിയത് തസവ്വജ ബിഇഖ്തിഹാ ഉമ്മി കുൽസൂം റളിയല്ലാഹു അൻഹ. പിന്നെ ആര് വഫാത്തായി, റുഖയ്യ ബീബി വഫാത്തായപ്പോൾ സഹോദരി ഉമ്മു കുൽസൂമിനെ വീണ്ടും വിവാഹം ചെയ്തു. അപ്പോൾ തങ്ങളുടെ രണ്ട് മക്കളെ ഒന്നിച്ചല്ലേ ചോദിക്കാൻ പറ്റൂലല്ലോ. വലിദാ ലുഖിബ ബിദിന്നൂറൈൻ, അതുകൊണ്ട് ദിന്നൂറൈനി എന്ന് പറയും. രണ്ട് നൂറുള്ള ആൾ ഒരു നൂറാരി റുഖയ്യ, മറ്റൊരു നൂറ് ഉമ്മു കുൽസൂം.
ഇനി വലം യുറഫ അഹ്ദുൻ തസവ്വജ ബിൻതൈ നബിയ്യിൻ ഗൈർ, ഒരു നബിയുടെ 2 മക്കളെ വിവാഹം ചെയ്ത ഒരു പുതിയാപ്പടയിൽ ലോകത്ത് അറിയപ്പെട്ടിട്ടില്ല. ആരെയെല്ലാം വകാന യഖ്തിമുൽ ഖുർആന, കുല്ല ലൈലത്തിൻ. അപ്പോൾ ഈ സംഭവം പറ്റ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ രാത്രിയിലും വിത്ർ നമസ്കാരത്തിൽ ഖുർആൻ ഖത്മ് തീർക്കുന്നവരായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹഖിഹി ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്നഹ് വറഫീഖി ഫീഹാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എല്ലാവരും നബിമാർക്കും സ്വർഗത്തിൽ ഒരു പ്രത്യേക സുഹൃത്തുണ്ട്. എന്നാൽ എൻ്റെ സുഹൃത്ത് സ്വർഗത്തിൽ ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണെന്ന് ഓരോ പദവികളാണ് പറയുന്നത്. വലമ്മ അസ്ലമ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അഖദഹു അമ്മുൽ ഹകം ബിൻ അബിൽ ആസ് ബിൻ ഉമയ്യ വാലിദ് മർവാൻ ഫൗസഖഹു കിതാബൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം ആയപ്പോൾ അമ്മ മൂപ്പറെ പിടികൂടി. അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ സഹോദരൻ. അത് ഏട്ടനായാലും അനിയനായാലും അമ്മ തന്നെ. ആരാന്ന്? അൽ ഹകം ബിൻ അബിൽ ആസ് ബിൻ ഉമയ്യ, അതായത് മർവാൻ്റെ ബാപ്പ. അങ്ങനെ എന്താക്കിയോ കിതാബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൈ പിടിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ കെട്ടില്ല, അങ്ങനെ വേക്കോട്ട് പിടിച്ച് കെട്ടി. വഖാല തർഗബു അൻ മില്ലത്തി ആബായിക ഇലാ ദീനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് ചോദിക്കുന്നത്, പിതാക്കന്മാരുടെ മില്ലത്തും പെട്ട് മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിലേക്ക് നീ ചേർന്നാ? വല്ലാഹി ലാ അഹുല്ലുക അബദൻ ഹത്താ തറഹമ അൻത ഫീഹി അൻത അലൈഹി. നീ എന്തിൻ്റെ മേലാണ് ഇപ്പോൾ അത് ഒഴിവാക്കാത്ത കാലത്താണ് കെട്ടയച്ചിടൂലെന്ന്, അങ്ങനെ കെട്ടിയിലിടും. ഫഖാല ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ അദഹു വലാ ഉഫാലിഹു. എന്ത് കാരണം വന്നാലും അത് ഒഴിവാക്കുകയോ പിരിയുകയോ ചെയ്യൂല എന്ന് മൂപ്പർ. ഫലമ്മാ റഅൽ ഹകമു സലാബതഹു ഫിൽ ഹഖി തറകഹു. ഇത് ആര് കണ്ട്? ഹക്കം കണ്ടപ്പോൾ ഇനി ഏതായാലും നടക്കൂല എന്ന് കണ്ട് മൂപ്പർ ഉറച്ചിപ്പ് കണ്ടപ്പോൾ പിന്നെ ഒഴിവാക്കി. ഇവിടെ കളിച്ചാലാവൂല എന്ന്. വക്കീല അല്ലബഹു ബിദ്ദുഖാൻ ലിയർജിഅ ഫമാ റജ. അങ്ങനെ ഒരു കീലുണ്ട് പുകയിലിട്ടു. പുകയിടുക, പുകയിച്ച് പുറത്താക്കലിനുണ്ടെന്നില്ലല്ലോ. എന്നിട്ടും മൂപ്പർ മടങ്ങിയില്ല. അത് ഒരു കീലയാണ്. വക്കീല ഇന്നൽ മുഅദ്ദബ ബിദ്ദുഖാനി സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ തങ്ങളാണ് ആ പുകയിടപ്പെട്ട ആൾ എന്നൊരു കീലുണ്ട്. എന്തിനാ? ലിയർജിഅൻ അൽ ഇസ്ലാം. സുബൈർ തങ്ങളെ വിജയപ്പെടുന്നുണ്ട്. വലാമാനി മിൻ തഅദാദി ദാലിക. അത് ആവർത്തിക്കുന്നതിനെതിരല്ലല്ലോ. അതായത് പുകട്ട് ബുദ്ധിമുട്ടാക്കൽ രണ്ടാളി ആക്കാല. കാരണം പല അദാബിൻ്റെ ഇനങ്ങളും ഓരോ എല്ലാം പിടിച്ചിട്ട് ഇതിങ്ങനെ ആക്കിയാലോ ഇങ്ങനെ ആക്കിയാലോ നോക്കിയിട്ട് എല്ലാം നടപ്പിൽ എത്തുമല്ലോ. അത് ചുരുക്കത്തിലാണ് തീർന്നത്. വമിമ്മൻ അസ്ലമ ബിദിആയത്തി അബീബക്കറിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ക്ഷണം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന രണ്ടാമത്തൊരാണ്. ആരാണ്? സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ആരാന്ന്? അല്ല, ഇബ്നു ഖുവൈലിദ്. ഖുവൈലിദിൻ്റെ മകനാണ് അവ്വാം. അല്ലേ? ഖുവൈലിദ് നമുക്കറിയാം. ആര്? ഖദീജ ബീബിൻ്റെ ബാപ്പ. അപ്പം ഖദീജ ബീബിൻ്റെ ആരായി? സഹോദരനായി. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതെ, എല്ലാം ഖുവൈലിദാരാന്ന് ഖദീജ ബീബിൻ്റെ ഉപ്പയല്ലേ? അപ്പം ഖദീജ ബീബിൻ്റെ ആങ്ങളല്ലേ? അപ്പം നബിയുടെ അളിയെ പറ്റിയേ അസദ് ബിൻ അബ്ദുൽ ഉസ്സ ബിൻ ഖുസൈ. അപ്പം ഖുവൈലിദ് അടുത്തേക്ക് എത്തി, ഖദീജ ബീബിൻ്റെ ഉപ്പയിലേക്ക് എത്തി. അപ്പം അവ്വാം സഹോദരൻ, അവ്വാമിൻ്റെ മോനല്ലേ സുബൈർ. അപ്പം അളിയൻ്റെ മോനെ. അതാ അന്നേരം എത്ര വയസ്സ്? വഹുവ ഇബ്നു സമാനി സിനി. 8 വയസ്സാണ് പ്രായം. അബിസനത്തെ അഷറല 12 അഭിപ്രായമുണ്ട്. വക്കാന അമ്മുഹു യുദീഹി. അമ്മ വല്ലാതെ ബുദ്ധിമുട്ടാക്കും, ഉപ്പാൻ്റെ സഹോദരൻ. വൈദഖനു അലൈഹി ബിന്നാർ. നേരത്തെ പറഞ്ഞില്ലേ, തീ കത്തിച്ചിട്ട് പുക ഇട്ടിട്ട് ബുദ്ധിമുട്ടാക്കും.
വയഖൂലു ഇർജിഇ, മടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഫയഖൂലു ലാ അക്ഫുറു അബദ, ഒരിക്കലും ഞാൻ കാഫിറാവില്ല എന്ന് മൂപ്പർ. ഇനി 3 വാസനോ ബിദിആയത്തി അബീ ബക്കർ റളിയല്ലാഹു അൻഹു സയ്യിദുനാ അബ്ദുർറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, നമുക്കെല്ലാം അറിയുന്നേ അശ്റത്തുൽ മുബശ്ശിർ അതാ ഇബ്നു അബ്ദുൽ ഹാരിസ് ഇബ്നു സുഹറ. വകാന ഇസ്മുഹു ഖബലൽ ഇസ്ലാമി അബ്ദുൽ കഅബ, ഇസ്ലാം ആയതിന് മുമ്പ് അബ്ദുൽ കഅബ എന്നാണ് ആരുടെ പേര്? അബ്ദുർറഹ്മാൻ ബിൻ ഔഫിൻ്റെ പേര്. ഫസമ്മാഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുർറഹ്മാൻ പേരിട്ടതാണ്. വകാന ഉമയ്യത്ത് ബിൻ ഖലഫ് സദീഖല്ലി, അവർ പറയുന്നത് ഉമയ്യത്ത് ബിൻ ഖലഫ് ഉണ്ടല്ലോ, ചരിത്രത്തിലറിയപ്പെട്ട ഒരു വ്യക്തിയല്ലേ, അയാൾ എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. ആര്? അബ്ദുർറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ. ഫഖാലലി യൗമൻ, ഒരു ദിവസം എന്നോട് അയാൾ പറയുന്നു, അറഹിബത്താൻ നിസ്മിൻ സമ്മാ കബിഹി അബവാക്ക, നിൻ്റെ മാതാപിതാക്കന്മാർ എനിക്കിട്ട പേര് നീ എന്താ മാറ്റി? ഈ പണ്ടും പണ്ടേ ഉണ്ടാവില്ല, ജാഹിലിയത ഇപ്പുണ്ടല്ല, ജഹലത്തിൽ ജുഹലാണ്. അപ്പം പേര് അബ്ദുൽ കഅബ എന്നുള്ള പേര് മാതാപിതാക്കന്മാരിട്ട പേര് മാറ്റിയോ? ഫഖുൽതു, ഞാൻ പറഞ്ഞു നഅം, അതേ മാറ്റി തന്നെ. ഫഖാല അനല ആരിഫുർ റഹ്മാൻ, ഈ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാളെ എനിക്കറിയില്ലല്ലോ, ആരാണെന്ന് അത്യാവശ്യം കഴിയും. വലാകിൻ ഉസമ്മിക ബി അബ്ദുൽ ഇലാഹ് എന്നായിക്കോട്ടെ, ദൈവം പേര് ഇയാൾ പേരിട്ട് കൊടുത്തു. ഫകാന യുനാദിനി ബിദാലിക, ആ ഉമ്മയ്യത്ത് വിളിക്ക അന്ന അബ്ദുൽ ഇലാഹ് എന്ന് വിളിക്കും. അങ്ങനെ ചിലരുണ്ടല്ലോ, സജീർ എന്നൊരാൾക്ക് പേരിട്ട് കൊടുത്തു. സജീർ തീയിൽ കത്തിക്കപ്പെട്ട ആളെന്ന്, അങ്ങനെ ഇസ്ലാമിനൊരു പേരില്ല. നമ്മ വിളിക്കല് അഹമ്മദ് എന്ന്. അപ്പൊ ഉപ്പ പറഞ്ഞാൽ പിന്നെ സജീർ അഹമ്മദ് ആയിക്കോട്ടെ, രണ്ടും കൂടി യോജിക്കൂല. തീക്കട്ടി അഹമ്മദും കൂടി. ഇനി അബ്ദുർറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ഇസ്ലാം ആകാൻ ചില കാരണങ്ങൾ പറയുന്നതാണ്. വസബബു ഇസ്ലാമി അബ്ദുർറഹ്മാൻ ബിൻ ഔഫിൻ സുഹരി, സുഹരി അല്ല സുഹറ, ആമിന ബീവിന്റെ കുടുംബമല്ലേ, ബനി സുഹറ അൽ മദ്കൂർ. മാ ഹദ്ദസ ബിഹി, മൂപ്പർ തന്നെ അത് സംഭവം പറയട്ടെ. സാഫറത്തു ഇലൽ യമനി ഗൈറ മർറ, ഞാൻ യമനിലേക്ക് വെറുതെ എവിടെയെന്നല്ല യാത്ര പോയത്, പലപ്പോഴും പോകാറുണ്ട്. ഫകുന്തു ഇദാ ഖദിംതു നസൽതു അലാ അസ്കലാൻ ബിൻ അവാക്കിൻ ഹംദരി, അങ്ങനെ യമനിലേക്ക് എത്തിയാൽ ഞാൻ പോയി ഇറങ്ങും ഇവിടെ അസ്കലാൻ എന്ന് പറഞ്ഞൊരാളിലേക്ക്. അയാളാരാന്ന് ഒരു റാഹിബ്, ആ കൂട്ടത്തിലെല്ലാവരും ആദരിക്കുന്ന ആളായതിൻ്റെ പേരിൽ അവിടെ പോയിരിക്കും. ഫകാന യസ്അലുനി, അദ്ദേഹം എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഹൽ ലഹറ ഫീക്കും റജുലുൻ ലഹു നബഉൻ ലഹു ദിക്റുൻ, ഒരു റജുല് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ, അവർക്ക് വലിയ പ്രശസ്തിയുണ്ട്, വലിയ പദവിയുണ്ട്, അങ്ങനെയുള്ള ഒരാൾ ആരാധിക്കും? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ് ചോദിക്കുന്നത്. എന്നിട്ടോ രണ്ടാമത്തെ ചോദ്യം, ഹൽ ഖാലഫ അഹദും മിൻകും അലൈക്കും ഫീ ദീനിക്കും, നിങ്ങളെ ദീനുമായിട്ട് അവർ എതിരായ ചില അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, കാരണം ആയിരക്കണക്കിന് ഇലാഹ ഉണ്ടാകും, മറ്റേ ഇലാഹക്ക് ചുരുക്കിയില്ലേ, അങ്ങനെ പലതും മാറ്റങ്ങളുണ്ടല്ലോ. ഫഅഖൂലു, ഞാൻ പറയും ലാ, എനിക്ക് എൻ്റെ അറിയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഹത്താ കാനത്തി സനത്തുല്ലത്തി ബുഇസ ഫിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റസൂലാക്കി നിയമിച്ച അക്കൊല്ലുണ്ട്. അക്കൊല്ലം പോയപ്പോൾ വലാ ഇൽമ ബിദാലിക, ഞാൻ അത് അറിഞ്ഞിട്ടില്ല, കാരണം ആദ്യം രഹസ്യമായിട്ടാണല്ലോ. ഖദിംതുൽ യമന, ഞാൻ യമനിൽ പോയി. ഫനസൽതു അലൈഹി, അങ്ങനെ പണ്ടേ പോകുന്ന അടുക്കിലേക്ക്, അസ്കലാൻ എന്ന് പറഞ്ഞ അടുക്കിലേക്ക് ഇറങ്ങിയിട്ട് ഇലാ അഖിൽ ഖിസ്സത്തിൽ മുഖദ്ദിമത്തി ദിക്റുഹാ ഫി അഖ്ബാർ അൽ കുഹാൻ, ഇതിൻ്റെ ബാക്കി കഥകളെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? മുമ്പ് പറഞ്ഞില്ലേ, ജിന്നുകളെ നാവിലല്ലാതെ കുഹാനീങ്ങളെ അഖ്ബാറിൽ പലരെയും അതായത് അവിടത്തേക്ക് മടങ്ങിയത്. വഫി ആഖിരി, എൻ്റെ അവസാന ഭാഗം പറയുന്നു. ഫലമ്മ ഖദിംതു മക്ക, നേരെ മക്കയിലേക്ക് വന്നല്ലോ. മക്കയിലേക്ക് വന്നപ്പോൾ ലഖീത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ കണ്ടുമുട്ടി. അല്ലാഹു തആല ആഫിയത്തിലാക്കട്ടെ. തങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ. വഅഖ്ബർതുഹുൽ ഖബർ, സിദ്ദീഖ് തങ്ങളോട് വിവരം പറഞ്ഞു, ഇങ്ങനെ ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു, അങ്ങനെ വല്ല സംഭവങ്ങളുണ്ടോ?
ഫഖാൽ സിദ്ദീഖ് തങ്ങൾ പറയുന്ന ഹാദാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ബഅസഹുല്ലാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു റസൂലാക്കി നിയമിച്ചിട്ടുണ്ട്. അല്ല, അതുകൊണ്ട് ഫഅ്തിഹി, നീ ഉടനെ തങ്ങൾക്കിലേക്ക് പോകണം. ഫലമ്മ അതൈതു ബൈത ഖദീജ, അങ്ങനെ ഖദീജ ബീബിന്റെ വീട്ടിലേക്ക് പോയി. ഉടനെ തങ്ങളുണ്ടായി. റആനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ട്. ഫളഹിക, തങ്ങളിങ്ങനെ ചിരിക്കുന്നുണ്ട്. വഖാലലി, എന്നോട് പറഞ്ഞു, അറാ വജ്ഹൻ ഖലീഖൻ അൻ അർജു ലഹു ഖൈറൻ, ഖൈർ പ്രതീക്ഷിക്കാവുന്ന ഒരു മുഖം ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇതിണ്ടാ അതെ, ഖൈർ ഞാൻ ആഗ്രഹിക്കപ്പെടുന്ന ആ ഒരു മുഖം നിങ്ങൾ കാണുന്നുണ്ട്. ഫമാവറാക്ക, എന്താ പിന്നിലുള്ള ചരിത്രം എന്ന് ചോദിച്ചു. ഖുൽതു വദിയത്തുൻ, ഒരു വദിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല അർസലക മുർസലുൻ ബിരിസാലത്തിൻ, ആരെങ്കിലും ഒരു കത്തോ എഴുത്തോ എന്നിട്ട് കൈ തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഹാത്തിഹ എന്ന്. ഫഅഖബറതുഹു, അങ്ങനെ തങ്ങൾക്ക് എന്താക്കി അസ്കലാൻ അങ്ങെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞ കത്ത്. വഅസ്ലംതു, ഞാൻ എന്താക്കി തങ്ങളോട് കൊണ്ട് മുസ്ലിമായി. ഫഖാല അഖൂ ഹിംദരിൻ മുഅ്മിനുൻ മുസദ്ദിഖുൻ ബി, നിങ്ങളോട് ആ വിഷയം പറഞ്ഞ ആ ഹിംദരി അസ്കലാൻ എന്ന് പറഞ്ഞുണ്ടല്ലോ, അയാൾ മുഅ്മിനായ മനുഷ്യനാണ്, എന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടുമുണ്ട്. കണ്ടാ, വമാ ഷാഹദനി, പക്ഷെ എന്നെ കണ്ടിട്ടില്ല. ഉലൈക മിൻ ഇഖ്വാനി ഹഖ, അപ്പോൾ കാണാതെ വിശ്വസിക്കുന്നവർക്ക് എന്താ പറയും? ഇഖ്വാനികൾ എന്ന് പറയും. ചില ഹദീസിൽ കാണല്ല. കണ്ടൊന്നിച്ചവർക്ക് സഹാബി എന്ന് പറയും, കാണാത്തവർക്ക് ഇഖ്വാനികൾ എന്ന് പറയും. ഒന്നാം മുതലുകൊണ്ട് നമ്മളെല്ലാം ഇഖ്വാനികൾ എന്ന് പറയും. അതെ, എൻ്റെ ഇഖ്വാനികളെ കാണാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ അസ്ഹാബിമാർ ചോദിച്ചു, നമ്മൾ ഇഖ്വാനല്ലേ? നിങ്ങൾ അസ്ഹാബി, എന്നെ കാണാതെ കണ്ട് വിശ്വസിച്ച കുറേ ആളുണ്ട്. അതുകൊണ്ട് വലം അറഹു, കാണാതെയാണ് വിശ്വസിച്ചത് എന്ന് ഇങ്ങനെ ഇടക്കിടക്ക് ഇവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർ അങ്ങോട്ട് കാണാൻ എനിക്ക് വലിയ ഷൗക്കുണ്ട്. ഇനി വഅൻ അലിയ്യിൻ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലി അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറയുന്നു, അൻത അമീനുൻ ഫി അഹ്ലിൽ അർളി അമീനുൻ ഫി അഹ്ലിസ് സമാ, ഭൂമിയിൽ നിങ്ങൾ അമീനാണ്, ആകാശത്തിലും നിങ്ങൾ അമീനാണ്. വഹുവ മിനൽ അശറത്തിൽ മുബശ്ശരീന ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾപ്പെട്ട ഒരാളായി. ആര്? അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ്. വജാഅ വസ്ഫുഹു ബിസ്സാദിഖി സ്വാലിഹിൽ ബാർ, മൂപ്പർക്ക് വിശേഷണം പറയും, സാദിഖ്, അസ്സാലിഹ്, അൽ ബാർ. 3 അവസരം ഉറപ്പിച്ച് പറയാറുണ്ട്. ഇപ്പം തന്നായി അതെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുർറഹ്മാൻ അബശറത്തുൽ ബശരീങ്ങളിൽപ്പെട്ട 3 ആളിടും. ഇനി വമിമ്മൻ അസ്ലമ ബിദിആയത്തി അബീ ബക്കർ റളിയല്ലാഹു അൻഹു ഐലൻ സഅദ് ബിൻ അബീ വഖാസ് അസ്-സുഹരി, സഅദ് ബിൻ അബീ വഖാസ്, അവരും തങ്ങളുടെ ഉമ്മാന്റെ കുടുംബം സുഹരി. അഹദുൽ അശറത്തിൽ മുബശ്ശരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഒരാളും കൂടിയാണല്ലോ. അതാ ലഖിയഹു അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഫദഅഹു ഇലൽ ഇസ്ലാം വറഗബഹു ഫീഹി വഹസ്സഹു അലൈഹി, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, അതിലേക്ക് ആഗ്രഹിപ്പിച്ചു, അതിലേക്ക് പ്രേരിപ്പിച്ചല്ല. അങ്ങനെ ഫാത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കിലേക്ക് ഒരു പോയിട്ട് വസഅലഹു അൻ അംരിഹി ഫഅഖബറഹു ബിഹി ഫഅസ്ലം, തങ്ങൾ ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. വകാന അംറുഹു 19 സന, അന്ന് 19 വയസ്സാണ്. വഹുവ ബനി സുഹറയിലാണ് മൂപ്പറ കുടുംബം, അതായത് തങ്ങളുടെ ഉമ്മാൻ്റെ കുടുംബം. വമീൻ തമ്മ, ഇതുകൊണ്ടാണ് കാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഖദ് അക്മല അലൈഹി സഅദ്, സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുമ്പം പറഞ്ഞു, ഹാദാ ഖാലി, അതെൻ്റെ ഖാലാണ്, കാരണോറം. കാരണം ഉമ്മാൻ്റെ ആങ്ങളൊക്കെയല്ല കാരണം, നേതാങ്ങളെ ആണെന്നില്ല, തറവാട്ടിലെ കാരണോറായാലും മതിയല്ല. അതുകൊണ്ട് ഫൽ യുരിനി ഇംറുൻ ഖാലഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഖാലുണ്ടെങ്കിൽ അത് കാണിച്ചാൽ നട്ടെ, നമ്പരുന്ന ആളാരാന്ന്? എൻ്റെ ഖാലാണ്, കാരണവും. നിങ്ങൾക്കായിരിക്കും കാരണം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരുന്നു. വഫീ കലാമി സുഹൈലി റളിയല്ലാഹു അൻഹുവിൻ്റെ കലാമിലുണ്ട്. സുഹൈലി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇബ്നു ഹിഷാം, സീറത്ത് ഇബ്നു ഹിഷാമിൻ്റെ ശരഹദിയാണ്.
റൗലുലുണ്ട് വേറെ കിതാബ് വല്ലതുണ്ട് അവർക്ക്. അന്നഹു അമ്മു ആമിനത്ത ബിന്തി വഹബീൻ, അല്ല വഹബിൻ്റെ മകളല്ലേ ആമിന ബീബി, ആമിന ബീബിൻ്റെ അമ്മാണ്. ആമിന ബീബിൻ്റെ അമ്മ തന്നെ പല വകരിഹത്ത് ഉമ്മുഹു ഇസ്ലാമഹു, ഉമ്മ വല്ലാണ്ട് വെറുത്ത് അതിന് മകൻ മുസ്ലിമായിരുന്നു. അതേ ശാരദങ്ങൾ വക്കാന ബാറം ബിഹ, എന്നാൽ മൂപ്പറാണെങ്കിലോ ഉമ്മാക്ക് വലിയ ഉപകാരം ഗുണം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ അത് സാലിഹിൻ ബാർ, അത് ഉറപ്പറ്റില്ല, അത് അബ്ദുറഹ്മാൻ. ഫഖാലത്ത്, അപ്പോൾ ഉമ്മ എന്താക്കിയെന്നറിയോ, മകനെ ഈ ഇസ്ലാം എന്താ ഒരു തന്ത്രം പ്രയോഗിച്ച്, അലസ്ത തസ്അമു അന്നല്ലാഹ യഅ്മുറുക ബിസിലത്തിർ റഹമി വബിർറിൽ വാലിദൈൻ, മാതാപിതാക്കന്മാർക്ക് ബിർറ് ചെയ്യണമെന്നും കുടുംബബന്ധം ചേർക്കണമെന്നും നിന്റെ അല്ലാഹ് കൽപ്പിച്ചിട്ടില്ലേ? അതൊരു മുഖദ്ദിമ പറഞ്ഞു. ഖാല ഫഖുൽതു നഅം, അത് അങ്ങനെ തന്നെ. ഫഖാലത്ത്, അപ്പോൾ ഉമ്മ പറയുന്നു, വല്ലാഹി ലാ അകൽതു തആമൻ വലാ ശരിബതു ശറാബൻ ഹത്താ തക്ഫുറ ബിമാ ജാഅ ബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വതമസ്സ ഇസ്ഹാഫൻ വനായില. സത്യം ചെയ്തിട്ട് പറയുന്നു, ഞാനൊരു ഭക്ഷണവും കഴിക്കൂല, ഒരു തുള്ളി വെള്ളവും കുടിക്കൂല. നീ എന്താക്കണം? കാഫിറാകണം, ഇസ്ലാമിൽ നിന്ന് മടങ്ങണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് നീ കളവാക്കണം. മാത്രമല്ല ഇസാഫ് നായിലത്ത് നീ ആരാധിക്കുന്ന രണ്ട് ബിംബങ്ങളാണ്. ഇസാഫ് അടയുന്നത് സഫാൻ്റെ പേര്, നായിലത്ത് മറവൻ്റെ പേര്. അതിനൊന്ന് തൊട്ട് മുത്തണമെന്നും പറഞ്ഞു. അതെന്തിനാ മടങ്ങിയെന്ന് ഒരു തെളിവാക്കിച്ചു. വക്കാനു യഫ്തഹൂന ഫാഹ, അപ്പം തീരെ ഭക്ഷണം കേട്ടെടുക്കുമ്പോൾ എന്താക്കുന്നറിയോ, ആളുകൾ വായി തുറക്കും. തുറന്നിട്ട് ഫാഹ എന്ന് പറഞ്ഞാൽ വായ, ഹാ എന്ന് പറഞ്ഞ ഉമ്മൻ്റെ, അതിന് ഉമ്മ ഫീ മുദ്ദത്തി ഹൽഫിഹ, അങ്ങനെ സത്യം ചെയ്തിട്ടുണ്ടല്ലോ. സുമ്മ യുൽഖൂന ഫീഹി തആമ വശറാബ്, അങ്ങനെ വായിൽ ഭക്ഷണം വെള്ളം ഇട്ട് കൊടുക്കും. ഫഅബ, അടക്കത്തില്ലേ, ഫഅബ അൻ യംതസില ഖൗലഹ, മാതാവ് പറഞ്ഞ വാക്ക് അനുസരിക്കാൻ തയ്യാറായില്ല. ഇസ്ലാമിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ബിർറ് ചെയ്യൂല. وفيه أنزل الله تعالى ووصينا الإنسان بوالديه حسنا وإن جاهداك لتشرك بي ما ليس لك به علم فلا تطعهما. മാതാപിതാക്കന്മാർക്ക് വലിയ ഉപകാരം ചെയ്യണമെന്ന് നമ്മൾ എന്താക്കി മനുഷ്യന്മാരോട് നല്ല ശക്തമായ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, ആയത്താണ്. എന്നാൽ ശിർക്ക് വെക്കാൻ വേണ്ടി കൽപ്പിച്ചാൽ അവിടെ അനുസരണമില്ല. തീരുക. അപ്പം അള്ളാഹ്ക്ക് എതിരായിക്കൊണ്ടുള്ള ഒരു അനുസരണമില്ലാൻ കഴിയും. വഫീ റിവായത്തിൻ അന്നഹ മകസത്ത് യൗമൻ വലൈലത്തൻ ലാ തഅകുലു വലാ തശ്റബു ഫഅസ്ബഹത് വഖദ് ഹമിദത്. ഒരു റിവായത്തിലുണ്ട്, ഒരു രാവും ഒരു പകലും 24 മണിക്കൂർ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാണ്ടെന്തായിന്നറിയോ, അപ്പോൾ കുഴഞ്ഞു പോയി, തളർന്നു പോകുമല്ലോ. സുമ്മ മക്കസത്ത് യൗമൻ വലൈലത്തൻ, പിന്നെയും ഒരു രാവും പകലും കഴിച്ചുകൊട്ടില്ലാത്ത കുലുവാലാത്ത ശ്രമം, അപ്പോൾ 2 ദിവസമായി. കാല സഅദ് പറയുന്നു, ഫലമ്മ റഅയ്തു ദാലിക ഖുൽതു ലഹ, ഇത് കണ്ടപ്പോൾ ഉമ്മയോട് പറഞ്ഞു, തഅലമീന വല്ലാഹി യാ ഉമ്മ ലൗ കാന ലകി മിഅത നഫ്സിൻ തഖറുജു നഫ്സൻ മാ തറക്കതു ദീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാക്ക് എന്നെപ്പോലെ നല്ലോണം അറിയാം. നിങ്ങളിപ്പോൾ കുഴഞ്ഞുകൊണ്ടിപ്പം മരിക്കുമല്ലോ, അങ്ങനെ നിങ്ങൾക്ക് 100 നഫ്സ് ഉണ്ടെന്നും വെക്കാം, 100 കുഴഞ്ഞുകൂടി മരിച്ചാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കുന്ന പരിപാടി ഇടില്ല എന്ന് മനസ്സിലാക്കിക്കൊന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് തടി വേണാത്തൊന്ന മടങ്ങൂല. മാ തറക്തു ദീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുലി ഇൻ ശീതി ഔലാക്കൽ, ഉദ്ദേശമുണ്ടെങ്കിൽ തിന്നാ അല്ലെങ്കിൽ തിന്നാതിരിക്കാം. മടങ്ങുമെന്ന് വിചാരിച്ചിട്ട് പട്ടി കിടക്കണ്ടെന്ന്. ഫലമ്മ റഅത് ദാലിക, ഇത് കണ്ടപ്പോഴൊക്കെ എന്നാൽ പിന്നെ തിന്നോളാം, ഇപ്പം തോച്ചില്ലേ. വഫിൽ അൻസാബി ലിൽ ബലാബലി അൻ സഅദ് റളിയല്ലാഹു അൻഹു قال أخبرت أمي أني كنت أصلي العشرة يعني الركعتين اللتين كانوا يصلونهما بالعشي
ഫജിഅ്തു ഫവജദ്തുഹാ അലാ ബാബിഹാ തസീഹു. ഞാൻ 2 റക്അത്ത് നമസ്കരിക്കുന്ന അസ്ർ, ഇത് ആദ്യം 5 നേരം ഫർളാക്കിയിട്ടില്ല, രാവിലെ 2, വൈകുന്നേരം 2. ആ അസ്ർ നമസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുന്ന കണ്ടപ്പോൾ ആരെ കണ്ട്? ഉമ്മ കണ്ടില്ല. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ ബാധക്ക് നിന്നിട്ട് തസീഹ് ഭയങ്കരമായ എന്താ പറയുക, ഒച്ചപ്പാടാക്കിയിട്ട് ഇങ്ങോട്ട് നമ്മൾ കൂക്കി വിളിക്കൽ, ആക്രോശം എന്നെല്ലാം പറയാം. മറ്റൊരു ഭാഷയിൽ തന്നെ ഭയങ്കരമായ ഉച്ചത്തിൽ കലമ്പലി എന്ന് പറഞ്ഞാൽ വേണ്ടി. അലാ അഅ്വാന യുഈനൂനി അലൈഹി മിൻ അശീറതി ഔ അശീറതിഹി. എൻ്റെ കുടുംബത്തിൽപ്പെട്ടതോ അല്ല ഇവൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാരെങ്കിലും എന്നെ സഹായിക്കാൻ ആരും ഇല്ല ഇവിടെ. എന്തിനാണ്? ഫഹബിസഹൂബിനെ പിടിച്ചു കെട്ടാൻ മകനെ. വൗതബിക അലൈഹി ബാബഹു, എന്നിട്ടോ ഒരു റൂമിൽ അടച്ചിട്ട് അവിടെ വാതിൽ ഇടുക. ഹത്താ യമൂത്ത്, അവിടെ നിന്ന് കണ്ട് മരിച്ചോട്ടെ. ആ ദീനൽ മുഹദ്ദസ്, അല്ലെങ്കിൽ ഈ പുതിയൊരു ദീനുമായിട്ട് വന്ന് അത് ഒഴിവാക്കട്ടെ. അപ്പം ഇത് കേട്ടപ്പോൾ വന്ന വൈക്കല്ലെങ്കിൽ മടങ്ങി. ഒരാളെ വഴി പിടികൂടിയാൽ പിന്നെ രക്ഷ ഉണ്ടാവില്ലല്ലോ. ഇനി പൊരിലേക്ക് ഞാൻ വരികയും ചെയ്യില്ല, ഇവിടെ മടങ്ങി വരികയും ചെയ്യില്ല എന്ന് അടച്ച പോക്കാണ്. ഹീനൻ, അങ്ങനെ കുറച്ചാലും ഞാൻ എന്തൊക്കെ ഇങ്ങനെ പോകാതെ ഒഴിഞ്ഞിരുന്നു. സുമ്മ അർസലത്തി ഇലൈ അൻ നുദില മൻസിലിക വലാ തതളയ്യഫിൻ നാസ ഫയൽസമുനാ ആറൂൻ. അപ്പോൾ ഒരു ദിവസമുണ്ട് ഉമ്മ പറഞ്ഞേക്കുന്നത്, വീട്ടിലേക്ക് വരണം മോനെ, ജനങ്ങളെ കൊണ്ട് എന്താക്കണ്ട, പറയിക്കൊന്നും വേണ്ട, മോന് വഴക്കായിട്ട് ഉമ്മ നന്നാക്കാൻ പോയിട്ടില്ല എന്നെല്ലാം പറയൂലേ. അപ്പോൾ റജഅ്തുലാ മൻസിലി, അങ്ങനെ വീട്ടിലേക്ക് പോയി. ഫമറത്തൻ തൽക്കാനി ബിൽ ബിശ്രി വമറത്തൻ തൽക്കാനി ബിശ്ശരി. ചില അവസരത്തിൽ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടും, മറ്റൊരു അവസരത്തിൽ വലിയ ഷർറും കണ്ടുമുട്ടും. ആ കൊലത്തിലായി. വതുഹയ്യിറുനി ബി അഖി ആമിർ, എൻ്റെ ഒരു സഹോദരനുണ്ട് ആമിർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിനെ പറഞ്ഞുകൊണ്ട് എന്താക്കും, എന്നെ ആക്ഷേപിക്കും. എന്താ? തഖൂലു ഹുവൽ ബർറു ലാ യുഫാരിഖു ദീനഹു വലാ യകൂനു താബിയാൻ. അത് ആമിറാണ് ശരിയായ ബർറ്, നല്ല പൊന്നു മോനി, ദീൻ സ്വന്തം ദീനെ വിട്ടിട്ടുമില്ല, മറ്റൊരാളെ താബിയായിട്ട് നടക്കലുമില്ല. അപ്പം അങ്ങനെ ഇവനിക്ക് ആയിക്കൂടെ. ഫലമ്മ അസ്ലമ ആമിറുണ്ട്, അപ്പം ആമിർ ഇസ്ലാമായി. അപ്പം പിന്നെ ഈ ബാക്കെല്ലാം പോയി. കണ്ടാ? ലഖിയ മിൻഹ മാലം നിൽക്ക അഹദും മിന സിയാഹി വൽ അദാ. ഈ ആമിർ കേൾക്കേണ്ടി വന്നു, ഈ എന്താ കലമ്പലും ബുദ്ധിമുട്ടാക്കലും ആമിനും അനുഭവപ്പെട്ടു. മൂപ്പറ ഹാജറയിൽ ഹബശയിലേക്ക് ഹിജ്റ പോയി. വലക്കത് ജിഇതു യൗമൻ, ഒരു ദിവസം ഞാൻ പോയി. ആരാ? സൈദങ്ങളെ പറയുന്നത്. വന്നാസു മുജ്തമിഊന അലാ ഉമ്മി വ അലാ അഖി ആമിർ. ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. എൻ്റെ ഉമ്മാരുടെ അടുക്കൽ ആമിറുണ്ട് അവിടെ. ഇപ്പം കൊടുത്തു മാ ഷഅനുന്നാസ്, എന്താ ജനങ്ങളിങ്ങനെ കൂടി? മാ ഷഅനുന്നാസ് ഫഖാലു ഹാദിഹി ഉമ്മുക ഖദ് അഖദത അഖാക ആമിറൻ. അതാ നിൻ്റെ ഉമ്മ എന്താക്കിയിട്ടുണ്ട്, ആമിറിനെ പിടികൂടിയിട്ടുണ്ട്. വഹിയ തുഅതില്ലാഹ അഹദൻ അല്ലാ യുദില്ലഹ നഖലുൻ വലാ തഅകുലു തആമൻ വലാ തശ്റബു ശറാബൻ ഹത്താ യതസബഅതഹു. ആമിറിനോടും പറഞ്ഞെന്താണ്, ഞാൻ ഒരു മരത്തിൻ്റെ തണൽ കൊള്ളൂല. ഈത്തപ്പന എന്ന് പറയുമ്പോൾ അന്ന് ഈത്തപ്പനയായിരിക്കും മിക്കവാറും ഉണ്ടാകാൻ, മറ്റു മരങ്ങൾ കൂടുതലില്ലല്ലോ. അപ്പം ഈത്തപ്പനൻ്റെ തണൽ കൊള്ളൂല എന്നല്ലാണ്ട് പിലാവിൻ്റെ കൊള്ളുന്നല്ല അതിൻ്റെ മന അല്ല. അതുപോലെ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. ഇവൻ്റെ ഈ പുതിയ ദിനം ഒഴിവാക്കാത്ത കാലത്തോളം ആമിറിനോടും പറഞ്ഞു. ഇപ്പോൾ കൊളുത്തുലഹ, അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞു, വല്ലാഹി യാ ഉമ്മാ ലാ തസ്തദില്ലീന വലാ തഅ്കിലീന വലാ തശ്റബീന. തണൽ കൊള്ളുകയും വേണ്ട, ഭക്ഷണം കഴിക്കുകയും വേണ്ട, വെള്ളം കുടിക്കുകയും വേണ്ട. ഹത്താ തതബവ്വഅ മഖാദക മിനന്നാർ. ഉണ്ടാകും മഖാദക്കി, നിങ്ങൾ ഇരിപ്പിടം നരകത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം എന്തായാലും ഉമ്മാൻ്റെ പിടിവാശി നടന്നില്ല. അപ്പോൾ വമിമ്മൻ അസ്ലമ ബിദിആയത്തി അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ക്ഷണപ്രകാരം ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ. ഐലൻ
തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി തമീമി റളിയല്ലാഹു അൻഹു, നമുക്ക് ഉറപ്പിച്ചറിയാം അശ്റത്തുൽ മുബശ്ശരീൻപ്പെട്ട അഹദുൽ അശ്റത്തിൽ മുബശ്ശരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളിൽ ഒരാളായില്ലേ. അതാ ലഖിയഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ട് ഫദഅഹു ഇലല്ലാഹി തആല വറഖബഹു ഫിൽ ഇസ്ലാം, അല്ലാഹുവിലേക്ക് ദഅവത്ത് നടത്തുകയും ഇസ്ലാമിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തു. ഫലമ്മ ഇസ്തജാബ ലഹു, അതാ അഖറഹ ഫജഅ ബിഹി ലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖ് തങ്ങൾ മുഖേന വിശ്വസിച്ചപ്പോൾ അവരെയും കൂട്ടിയിട്ട് എവിടത്തേക്ക് പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് പോയി. വലഹു ഖിസ്സത്തുൻ, അവർക്കൊരു കിസ്സ പറയാനുണ്ട്. എന്തിനാണ്? കാനത്ത് ഹുവ സബബൽ അവ്വല ഫി ഇസ്ലാമിഹി, ഇസ്ലാമിലേക്ക് വരാനുള്ള ഒന്നാമത്തൊരു കാരണമായിക്കൊണ്ടുള്ള ഒരു സംഭവം. എന്താ? കാല ഹദറത്തു സൂഖ ബുസ്റ, ബുസ്റയിലുള്ള പട്ടണത്തിൽ ഞാൻ ഹാജരായി. അവിടെ ഇസ്ലാമിലേക്ക് പോകുന്ന യാത്രയല്ലേ. ഫൈദാ റാഹിബൻ ഫി സൗമഅത്തിഹി, ഒരു റാഹിബുണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധനാലയത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. യഖൂൽ, അദ്ദേഹം പറയുന്നത് സലു അഹ്ല ഹാദൽ മൗസിമി, ഈ സീസണിൽ വന്ന ആളുകളോട് ചോദിക്കണത് ഹൽ തമ്മ മിൻ അഹ്ലിൽ ഹറമി അഹദുൻ, ഹറമിൻ്റെ അഹ്ലുകാരപ്പെട്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്നുണ്ടാക്കണം, ചോദിക്കണം. ഫഖുൽതു, അപ്പോൾ ഞാനിത് കേട്ടല്ല, നഅം ഞാനുണ്ട്, അന. ഖാല, അദ്ദേഹം ചോദിച്ചു ഹൽ ദഹറ അഹ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെട്ടോ എന്നാ ചോദ്യം. ഖുൽതു, ഞാൻ പറഞ്ഞു വമൻ അഹ്മദ്, ആരാണ് അഹ്മദ് എന്ന് എനിക്ക് മനസ്സിലായില്ല, അത്ര പ്രസിദ്ധമായിട്ടില്ല. ഖാല, അദ്ദേഹം പറഞ്ഞു ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, കുറച്ചല്ല. വഹാദാ ശഹ്റുഹു അല്ലദീ യഖ്റുജു ഫീഹി, ഈ മാസത്തിലാണല്ലോ അവർ രംഗത്ത് പ്രവേശിക്കുന്ന മാസം എന്ന്. വഹുവ ആഖിറുൽ അംബിയാ, അംബിയാക്കൾ അവസാനത്തെ നബിയാണ് അവർ. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു മഖ്റജുഹു മിനൽ ഹറം, ഹറമിൽ നിന്നാണ് മൂപ്പർ പുറപ്പെടുക, അത് മക്കൻ്റെ ഹറം. വമുഹാജിറുഹു ഇലാ അർളിൻ ദാത്തി നഖ്ലിൻ വസിബാഖിൻ, ഈ ഈത്തപ്പന അതുപോലെ അതിനെ പറ്റുന്ന മണ്ണ്, സിബാഖ് എന്ന് പറഞ്ഞാൽ അത് കറുത്ത മണ്ണാണ്. ഓരോ ചെടികൾക്കും അനുയോജ്യമായ മണ്ണുണ്ടാവുമല്ലോ. അതെ, ചിലത് നന്നാവില്ല. അപ്പം നമ്മൾ ഒമാൻ റഹാൻ കൊണ്ടുവന്നിട്ട് ഇവർക്കുണ്ടപ്പോൾ പാലിച്ചാടിയപ്പോൾ കാടായി. അതേ നജീബിൻ്റെ പേര്. ഞാനവിടെ ആദ്യം പോയിട്ട് പാലട്ടിയിട്ട് ഒരൊറ്റ നോക്കിയിട്ടില്ല. അപ്പം മണ്ണിൻ്റെ വ്യത്യാസമായിരുന്നു. ഏതായാലും മദീനയെ പറ്റിയ വസ്ഫ പറഞ്ഞത് ധാരാളം ഈത്തപ്പനുണ്ടാകും, അതിനെ പറ്റിയ ഒരു കറുത്ത മണ്ണ്. അപ്പം മദീന വ്യക്തമായി പറഞ്ഞില്ല. വയ്യാക്ക ദുഷ്മക്കയിലേ, ഉടനെ എന്താക്കണം, വേറെ ആൾക്ക് മുമ്പായി കൊണ്ട് നീ എത്തിച്ചേരണം, അവരോട് അല്ലാതാകണം. അപ്പോൾ ആരാധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും മനസ്സിലായില്ലേ. അപ്പോൾ സാധാരണ മനുഷ്യൻ എൻ്റെ നിൻ്റെ പറഞ്ഞ മനുഷ്യൻ എന്ന് പറയുന്നല്ലോ, ഇസ്ലാം അല്ലാതെ ഇപ്പം തിരിഞ്ഞല്ലോ. ഖാല തൽഹത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു ഫവഖഅ ഫീ ഖൽബി മാ ഖാല, ഈ റാഹിബ് പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സ് വല്ലാതെ തറച്ചു. ഫഖറജതു സരീഅൻ, ഞാൻ ഉടനെ എന്താക്കി രാജ്യം വിട്ടിട്ട് ഹത്താ ഖദിംതു മക്ക, മക്കയിലേക്ക് എത്തി. ഫഖുൽതു, ഞാൻ ചോദിച്ചു ഹൽ കാന മിൻ ഹദസിൻ, എന്താ ഇവിടെ സംഭവം വല്ലതും ഉണ്ടോ? ഖാലൂ നഅം, ഉണ്ട്. എന്താണ്? മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹിൽ അമീനു യദ്ഉ ഇലല്ലാഹി തആല. അൽ അമീൻ നേരത്തെ പേരുണ്ടല്ലോ. അപ്പം അമീൻ ആരോ വസ്ഫാണ്? മുഹമ്മദിൻ്റെ വസ്ഫാണ്, അബ്ദുല്ലാൻ്റെ വസ്ഫല്ല. അല്ല, അബ്ദുല്ല അമീനാണ്. പക്ഷെ അങ്ങനെ അൽ അമീൻ എന്ന വസ്ഫ് ആയിരിക്കും അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്നിട്ടോ വഖത്തബിഅഹു ഇബ്നു അബീ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ തുറന്നിട്ടുണ്ടെന്ന്. അബീ ഖുഹാഫ സിദ്ദീഖ് തങ്ങൾ ഉപ്പൻ്റെ പേര്. ഫഖറജ്തു, ഉടനെ ഞാൻ പുറപ്പെട്ട ഹത്താ ദഖൽതു അലാ അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞ്, പിന്നെ ഫഅജസ്തുഹു ബിമാ ഖാല റാഹിബു, റാഹിബ് എന്നോട് പറഞ്ഞില്ലേ, അത് ഞാൻ അഹജുസുല്ല അഖ്ബർതുഹു എന്നാണ് അവിടെ വേണ്ടത്, അച്ചടിക്കാൻ തെറ്റാനത്. അജുത്തുന്ന ഞാനുള്ളത് ഇങ്ങനെ പമ്പം പിഴവെല്ലാം വന്നാൽ ഇങ്ങനെ കിതാബ് കൊടുക്കുക. റാഹിബ് പറഞ്ഞില്ലേ അഹമ്മദ് ആലി അഹമ്മദ് ചോദിച്ചിട്ട്, അത് ഞാൻ എന്താക്കി സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു.
ഫഖറജ അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ട് ഹത്താ ദഖല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ബറിയിട്ട് ഫഅഖ്ബറഹു ബിദാലിക, ഈ വിവരം പറഞ്ഞു. അത് തൽഹത്തും വന്നിട്ടുണ്ട്. ഫസുറ ബിഹി, അങ്ങനെ അവർക്ക് സന്തോഷിച്ചു. ഫഅസ്ലംതു, ഞാൻ തങ്ങളെ കൊണ്ട് ഇസ്ലാമായി. അപ്പോൾ വലമ്മ തലാഹറ അബൂബക്കർ വതൽഹ ബിൽ ഇസ്ലാമി, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും തൽഹത്ത് റളിയല്ലാഹു അൻഹും ഇസ്ലാം കൊണ്ടെന്താക്കി അങ്ങ് പരസ്യമായി പ്രഖ്യാപിച്ചല്ലോ. അഖദഹുമ നൗഫൽ ഇബ്നു അൽ അദവിയ എന്ന നൗഫൽ അയാളെന്താക്കി ഇവിടെ പിടിച്ചിട്ട് വക്കാൻ, ഇത് അസദ ഖുറൈശികളെ സിംഹം എന്നാണ് ആരെ നൗഫലിനെ പറ്റി പറയാറുള്ളത്. അയാൾ പിടിച്ചിട്ട് ഫശദ്ദഹുമാ ഫീ ഹാബിലിൻ, രണ്ടാളെയും കൂടെ ഒരു കയറിൽ കെട്ടി. എന്തിനാണ്? യുരീദു അൻ യഫ്തതിന, ഒരാൾ കിട്ടുമ്പോൾ ഒരാൾ ഉദ്ദേശിക്കുമ്പോൾ ഈ മറ്റേയാൾക്ക് ഭയപ്പെടേണ്ടി വരും, മറ്റേയാൾ ഉദ്ദേശിക്കും. അപ്പോൾ ചുരുക്കത്തിൽ അത് ഒരു ദുസ്സഹമായി മാറുമെന്ന് പറയേണ്ടില്ലല്ലോ. എന്നാൽ വയർജാനൽ ഇസ്ലാം, ഇസ്ലാമിൽ അവർ പിന്തിരിയുമെന്നാണ് ഇയാൾ പ്രതീക്ഷിച്ചത്. ഇങ്ങനെ കുറച്ച് അടങ്ങാറാകുമ്പോൾ എന്നാൽ പിന്നെ ഒഴിവാക്കിയേക്കാം. പക്ഷെ വലം യംനഉഹുമാ ബനൂ തൈം, അപ്പോൾ സിദ്ദീഖ് തങ്ങളുടെ കുടുംബമാണ് ബനൂ തൈം, ഇവർ തടയാൻ വന്നതുമില്ല, കുടുംബക്കാർ സഹായിച്ചില്ല. വലിദാലിക സുമ്മിയ അബൂബക്കർ വതൽഹ റളിയല്ലാഹു അൻഹുമാ അൽ ഖരീനൈൻ, അത് ഖരീനൈൻ ഒന്നിച്ച് കെട്ടിയ കാരണത്താൽ. വലിശിദ്ദത്തി ഇബ്നുൽ അദവിയ്യത്തി വഖുവ്വത്തി ശകീമത്തിഹി, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹുമ്മ ഖ്ബിനാ ശർറ ഇബ്നുൽ അദവിയ്യ, ഇബ്നുൽ അദവിയ്യയുടെ ഈ ഷർറ് മൂത്ത് വല്ലാണ്ട് കഠിനമായപ്പോൾ തങ്ങളെന്താക്കിയത് ദ്വാരക്കേണ്ടി വന്നു. അല്ലാഹുമ്മ ഖ്ബിനാ ശർറ ഇബ്നുൽ അദവിയ്യ, ഇബ്നുൽ അദവിയ്യ എന്ന് നേരത്തെ പറഞ്ഞ നൗഫലി, അവൻ്റെ ഷർറൊന്ന് അവസാനിപ്പിക്കണേ. തങ്ങൾ ദ്വാരക്കേണ്ടി വന്നു. വഖദ് ശാറക തൽഹത റജുലുൻ ആഖറ ഫിസ്മിഹി, ഇനി പറയാൻ പോകുന്നത് ഈ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹിൻ്റെ അതേ പേരിൽ വേറൊരു തൽഹത്ത് ഉബൈദില്ല ഉണ്ടായി. അപ്പോൾ അത് അധിക ചരിത്രകാരന്മാർക്ക് മാറിയിട്ട് അവർക്ക് പറയേണ്ടത് ഇങ്ങോട്ട് വേണ്ട അങ്ങോട്ടെല്ലാം പറഞ്ഞിട്ട് അത് കശവിഷയായി എന്നാണ്. അത് മുപ്പത് ഹദീസിലുള്ള ആഴത്തിലുള്ള പഠനം എന്ന് പറയുന്നത്. നമ്മൾ ഈ ചരിത്രമായിട്ടല്ല ബന്ധം. തൽഹത്ത് ഒരാൾ ഫിസ്മിഹി വസ്മി അബിഹി വ കബീലത്തിഹി, പേരും ഒത്തിട്ടുണ്ട്, ഉപ്പാൻ്റെ പേരും ഒത്തിട്ടുണ്ട്, കബീലയും ഒത്തിട്ട് വേറൊരാൾ തൽഹത്ത് ബിൻ ഉബൈദില്ല. വഹുവ തൽഹത്ത് ബിൻ ഉബൈദില്ല എന്നാണ് അത്തൈമി തന്നെ എല്ലാത്തിനും. അപ്പം എന്താക്കും? മാറിപ്പോകും. അതുകൊണ്ട് ഫൽ അവ്വലു, ആദ്യം നമ്മുടെ ചരിത്ര പുരുഷനായ തൽഹുണ്ടല്ലോ, അവര് അഹദുൽ അശറത്തുൽ മുബശ്ശരീന ബിൽ ജന്നയിൽ പെട്ടാന്ന് മനസ്സിലാക്കണം അല്ലേ. അല്ലെങ്കിൽ എന്താക്കുക പേരെടുത്ത് കാണുമ്പോൾ നമ്മ പുതുതായിട്ട് ചരിത്രം നോക്കുമ്പോൾ പഠിച്ചോണ്ട് ഇതെന്താ ഇങ്ങനെയാണ് എന്താക്കുക. ചിലത് അറിവില്ലാണ്ട് വായിച്ചിട്ട് വേറെ ആർക്കോ കൊടുക്കേണ്ട ആക്ഷേപം ഇവരിലേക്ക് ചുമത്തിപ്പോയി. അങ്ങനെ കുറേ അവലേക്കന്മാരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. വഹാദാ ലൈസ കദാലിക, കണ്ടോ ഈ രണ്ടാമത് പറഞ്ഞ ആളില്ലേ അബ്ബലാര് തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി അശദ്, ഈ പറഞ്ഞ ആള് ഈ പേരുത്വം എന്ന് പറഞ്ഞ ആൾ അങ്ങനെയല്ല. വഹുവല്ലദീ നസല ഫീഹി ഖൗലുഹു തആല വമാ കാന ലക്കും അൻ തുഅ്ലൂ റസൂലല്ലാഹി വലാ അൻ തൻകിഹൂ അസ്വാജഹു മിൻ ബഅദിഹി അബദാ എന്ന ആയത്തല്ലേ സൂറത്തുൽ അഹ്സാബിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് കാരണത്താലും ശല്യം ചെയ്യൽ നിങ്ങൾക്ക് പറ്റിയതല്ല. ഒന്ന്, തങ്ങളുടെ അസ്വാജിനെ തങ്ങൾക്ക് ശേഷം ആർക്കും വിവാഹം ചെയ്യാനും പാടില്ല. വിവാഹം ചെയ്യാൻ പോയ കഥയിലെന്താക്കും ബഹദലായിട്ട് പറയും, എന്നിട്ട് ഇന്ന കിതാബിലുണ്ടെന്നും പറയാം, പുറത്തായി മിതാവും ചെയ്താലും. കണ്ണിക്കണ്ടെല്ലാം ഭയങ്കര അറിയില്ല. അപ്പം ഈ ആയത്ത് ഈ രണ്ടാമത് പറഞ്ഞതിൽ എന്തുണ്ടല്ലോ അയാളുടെ കാര്യത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ എന്തായിട്ടുണ്ട്, തങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന എന്തോ ഒരു സ്വഭാവം ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നല്ലേ. കാല ലഇം, അയാൾ പറഞ്ഞത് രണ്ടാമത്തെ തല്ലറ്റ്, ലഇമ്മാത മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം അതതബജൻ ആയിഷ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുകയാണെങ്കിൽ ആയിഷനെ ഞാൻ കിട്ടുമെന്ന്. വഫീ ലഫദ് യതസവ്വജു മുഹമ്മദ് ബനാത്ത് അമ്മിന,
നമ്മുടെ അമ്മിൻ്റെ മക്കളെല്ലാം തങ്ങൾ വിവാഹം ചെയ്തു, പെൺമക്കളെല്ലാം. എന്നിട്ടോ നമ്മളെ കാണാൻ പറ്റണ്ടേ, ഹിജാബിട്ടിട്ട് കാണേണ്ടത്. ആയിഷ മിമ്പരി, ഞാനെന്താക്കുന്നറിയോ, ആയിഷനെ കിട്ടുന്നു. അപ്പോൾ നസറത്തിലായ, അപ്പോഴാണ് ഇത് ഈ ആയത്തിറങ്ങിയത്. തങ്ങളെ ബുദ്ധിമുട്ടാക്കലോ തങ്ങൾ അസുവാദിനെ കെട്ടലോ അനുവദനീയമല്ല. ഇത് രണ്ടാമത് പറഞ്ഞ തല്ലത്തിലാണ്. ഖാലൽ ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് ഹാഫിദ് സുയൂത്തി ലോകത്തിൻ്റെ ആരാണ്? മൂപ്പർക്ക് പോലും ഈ തല്ലത്ത് അങ്ങനെ പറയാൻ നിൽക്കോ? ഇത് തങ്ങൾ മരിച്ചാൽ ആയിഷാനെ ഞാൻ കെട്ടുമെന്ന് തല്ലത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ പറയും. ഓറ ആരാണ്? അഷത്തും ബഷീങ്ങളിൽ പെട്ടല്ലോ. അപ്പം എന്താക്കി ഓറപ്പറ്റിയുള്ള നല്ല എതിക്കാതെ വെച്ച ഇത് അംഗീകരിക്കാണ്ടെന്ന് ഞെട്ടിപ്പോയി എന്ന് പറയുന്നു. മനസ്സിലായില്ല. ആദ്യത്തെ അഷറത്തുൽ മുബശ്ശരീപ്പെട്ട തല്ലത്തിനെ പറ്റി നല്ല എത്തിക്കാതും നല്ല ബഹുമാനവും ഇല്ലായതുണ്ടെങ്കിൽ എന്താക്കി ഈ ഇഷ്ടത്ത് പറയൂലേ, ഞാനാകെ സ്തംഭിച്ചു പോയി ഈ ഇഷ്ടം കണ്ടിട്ട്. ഈ വാർത്ത ശരിയാണോ എന്ന വിഷയത്തിൽ ഞാനിങ്ങനെ സ്തംഭിച്ചു നിന്ന്. എന്തുകൊണ്ട്? 10 സഹാബികളിൽപ്പെട്ട തൽഹ അജല്ലു മഖാമൻ, മൂപ്പർ ഉന്നത പദവിയുള്ള ആളാണ്. ഇങ്ങനെയുള്ളൊരു വാക്ക് മൂപ്പറവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതിൽ ഉന്നതരാണ്. പിന്നെ എങ്ങനെ സംഭവിച്ചു? അപ്പം സുയൂത്തി ഇമാമിന്റെ പോരായ്മയല്ല, 10 സഹാബികളിൽപ്പെട്ട തൽഹത്തിനോടുള്ള ബഹുമാനവും അവരുടെ മഹത്വം മനസ്സിലാക്കി വെച്ചപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയും. ചിലർ വരണ്ടല്ല, അത് മമ്പത്തെ തങ്ങ ഉത്സവം കാണാൻ ചെയ്തിട്ടുണ്ട് പോലും, അത് പട്ടിൻ്റെ കമ്മീസ് തിരിച്ചതിന് പോലും, കേരി സ്വർണ്ണത്തിൻ്റെ വള തിരിച്ചതിന് പോലും ഉത്സവം തീരോളം കാട്ടുന്നു. ഇതുകൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. ഏത് നിശ്ചയിക്കുന്ന സമ്പർക്കങ്ങളാണ് ഇതിൽ തീരോളം കാണുമ്പോൾ പട്ടിൻ്റെ വസ്ത്രം ഇട്ട് കേരി പൊന്നിനെ വളയിട്ടിട്ട് ആര്? കുത്തുബുസമാൻ. അപ്പൊ കുത്തുബുസമാൻ തങ്ങളെ പറ്റി നമുക്ക് നല്ല എത്തിക്കാതുണ്ടെങ്കിൽ ഈ വാർത്ത തന്നെ തള്ളൂ. ഇത് പോലും പോലുന്നുണ്ട്, അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഇവരെ ആക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് ഇക്കാലത്ത് വെച്ച കുഴപ്പം. അപ്പം സുയൂത്തി ഇമാമ് ഹത്താറായിട്ടു, പിന്നീട് ഞാൻ കണ്ടെത്തി അന്നഹു റജുലുൻ ആഖർ, ഇത് നമ്മളെ തല്ലത്തല്ല, അങ്ങനെ പറയാം. ഇത് അശറത്ത് മുബശ്ശരീങ്ങപ്പെട്ട തല്ലത്ത് നമ്മുടെ തല്ലത്ത്, ആ തല്ലത്തല്ല, ഇത് വേറൊരാളാണ്. ഷാറഖഹു ബിസ്മിഹി വസ്മി അബിഹി വനസബിഹി, 3 ഒത്തുപോയതാണ്. നഖലഹു അൻഹുൽ ഹലബി ഫി സീറ, ഹലബിയരാണ് സീറത്തെ ഇമാമാണ്. അവരെ തൊട്ട് ഹലബി ഇമാമ് സുയൂത്തി ഇമാമിനെ തൊട്ട് ഓരോ സീറയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വിഷയം. വൽ ഹാസിലു, എന്ന് ചുരുക്കത്തിൽ പറയാം, അന്നഹു അസ്ലമ അലാ യദി അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യാലി അല്ലെങ്കിൽ അവർ മുഖേന ആരായി? ഇസ്ലാമായി. വമിനൽ അശറത്തുൽ മുബശ്ശരീന ബിൽ ജന്നത്തി 5, അശറത്ത് മുബശ്ശരീങ്ങളിൽപ്പെട്ട 5 ആരല്ലോ? ഉസ്മാൻ, തൽഹത്ത്, അതാ സഅദുൻ സഈദ് പറയട്ടെ, ഉസ്മാൻ, തൽഹത്ത്. വയുഖാലു ലഹു തൽഹത്തുൽ ഫയ്യാദ്, തൽഹക്കൊരു പേരുണ്ട്, ഫയ്യാദ് എന്ന് പറഞ്ഞാൽ എന്തായി? ഉള്ളെല്ലാം ധർമ്മം കൊടുക്കുന്നതാണ്, ഓതിച്ചൊറിയുന്ന ഒഴുകുന്ന വെള്ളം എന്നാണ് എൻ്റെ വാക്കിൻ്റെ അർത്ഥം. അപ്പം അത്ര മാത്രം സാമ്പത്തിക സഹായം ജനങ്ങൾക്കുള്ളൂ. തൽഹത്തുൽ ജവാദ് എന്നും പറയും, അതിടക്ക് പറഞ്ഞാൽ മതി. ആരെപ്പറ്റി? തൽഹ തങ്ങളെ പറ്റി. ഉസ്മാൻ തൽഹ. പിന്നെ ഇന്ന് പഠിച്ച സുബൈർ ബിൻ അൽ അവ്വാം, സഅദ് ബിൻ അബീ വഖാസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. പിന്നെ വേറെ 2 നേരത്തെ മറ്റേ ഇവിടുണ്ട്, അബൂബക്കർ തങ്ങൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആരാണത്? 7. പിന്നെ കുറച്ച് വെക്കുമ്പോൾ റളിയല്ലാഹു അൻഹു വരും. വസാദ ബഅദുഹും സാദിസൻ, 6ാമത്തെ ഒരാളെ ചിലർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് സിദ്ദീഖ് തങ്ങൾ മുഖേന വിശ്വസിച്ചവർ. വഹുവ അബൂ ഉബൈദ ആമിറുൽ ജറാഹ്, അതും അശറത്തിൽപ്പെട്ടവരാണല്ലോ. വകാന കുല്ലും മിൻ അബീ ബക്കർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തൽഹത്തു റളിയല്ലാഹു അൻഹു ഇവരെല്ലാം ബസ്സാസ് എന്ന വസ്ത്ര കച്ചവടം. ദുനിയാവിന് മഹീഷത്തിന് ഒന്നുമില്ലാണ്ട് പള്ളിയിൽ ചുറ്റി തസ്ബീഹ് പിടിച്ചിരിക്കണമെന്ന് ഇസ്ലാമിൽ അങ്ങനെ കൽപ്പനയില്ലല്ല.
ഹലാലായ ജോലി എന്തും ചെയ്യാം. പക്ഷെ ആ ജോലി എന്താക്കാൻ പാടില്ല എന്നേ ഉള്ളൂ, നിക്കാരം മുടക്കുന്ന ജോലിയാക്കാൻ പാടില്ല. പിന്നെ ആരോഗ്യത്തിൻ്റെ കോട്ടം ഉണ്ടാക്കുന്നതാകാൻ പാടില്ല, അഭിമാനത്തിൻ്റെ കോട്ടം ഉണ്ടാക്കുന്നതാകാൻ പാടില്ല. അല്ലാണ്ട് ജോലി ചെയ്യാണ്ട് നിന്നാലേ വിജയമുള്ളൂ. വക്കാന സുബൈർ ജസാറൻ, സുബൈർ റളിയല്ലാഹു അൻഹു മാംസ കച്ചവടം. ഈ അമ്പുണ്ടല്ലോ ഇതിനെ അതുണ്ടാക്കുന്നത്. അതെ, അതടക്കൊരു ജോലി സംബന്ധിച്ച് പറഞ്ഞേ ഉള്ളൂ. ഇസ്ലാം, പിന്നീട് ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൂടാൻ തുടങ്ങി. അർസാലൻ, കൂട്ടം കൂട്ടമായിട്ട് വരും. പിന്നെ റിജാലി വൻ നിസാ, സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്. പള്ളിയിൽ നിന്ന് സഹാബിയാവൂലല്ലോ, കടുത്ത വാക്ക് പറഞ്ഞില്ലേ? അല്ല, ആയത്തെ മുനാഫിക്കുകൾ പറഞ്ഞ് പോയത്തിറങ്ങിയിട്ടില്ലേ? മുനാഫിക്കുകൾ പറഞ്ഞത് എത്ര സുഹൃത്ത് തൗബയിൽ എത്ര പണമായിട്ടുണ്ട്? അതെ, തങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ലേനത്തുണ്ടെന്നല്ലേ ഉള്ളവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പുത്തനാശക്കാരുടെ അധികാരത്തിൽ ലേനത്താണ്, പതിനൊന്നികളാണ്. ഇനി കുറച്ചുകൂടെ 2 കഴിയുമ്പോൾ കൂടെ പോട്ടെ. ومن السابقين إلى الإسلام سعيد بن زيد بن عمرو بن نفيل العدوي رضي الله عنه. അതും ആരാണ്? അശറത്തുൽ മുബശ്ശരീനിൽപ്പെട്ടവരാണ്. സഈദ് അഹദുൽ അശറത്തുൽ മുബശ്ശരീൻ റളിയല്ലാഹു അൻഹു. അനി അക്കൂട്ടത്തിൽ വംറഅതുഹു ഫാത്തിമത്തു ബിൻതുൽ ഖത്താബ്, ഖത്താബിൻ്റെ മകള് ഫാത്തിമ മൂപ്പറ ഭാര്യയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പങ്ങളും അത് പുയ്യായില്ലേ? അതാ ഉഖ്ത് ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയാണ് ആര്? ഫാത്തിമ. ഫഹിയ സാനിയത്തുൻ നിസാഇ ഇസ്ലാമൻ, ഇസ്ലാമിലെ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ 2ാമത്തെ ആളാണ് ആര്? ഈ ഫാത്തിമ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പങ്കം. വക്കീല സാനിയത്ത് ഉമ്മുൽ ഫദ്ൽ ലുബാബ ആണ്. മറ്റ് അബ്ബാസ് തങ്ങളുടെ ഭാര്യയെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതൊരു രീതിയുണ്ട്. ഇനി വമിന സാബിഖാത്തി, ഇനി ഇസ്ലാമിലേക്ക് നേരത്തെ വന്നവരാണ് അസ്മാഉ ബിൻതു അബീ ബക്കർ റളിയല്ലാഹു അൻഹു. അതെ, അസ്മാ ബിബി, അതെ, സുബൈർ തങ്ങളെ ഭാര്യയല്ലേ? ആയിഷ ബിബിനെ പറ്റി ഇങ്ങനത്തെ പറയാത്തത്. വമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഫമാ വലിദത്തില്ല ബഅദൽ ബൈസത്തി, ജനിക്കുന്നതിൻ്റെ ബൈസത്തിന് ശേഷം. അപ്പം കാലേക്കോട്ടി വന്നെന്ന് പറയാൻ പറ്റൂലല്ലോ. ومن السابقين عبيدة بن الحارث بن المطلب بن عبد مناف المستشهد يوم بدر. ബദറിൻ്റെ ദിവസം അതിൽ ഷഹീദായ കൂട്ടത്തിലുണ്ടല്ലോ, ആ കൂട്ടത്തിൽപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹു സാബിഖ്യങ്ങളിൽപ്പെട്ടവരാണ്. ഈ സഈദ് തങ്ങളെ ഇസ്ലാം മുമ്പോദീന് ഹക്കായ ദീൻ തേടിക്കൊണ്ട് വലിയ ആൾ ശ്രമം നടത്തി പല നാടും സഞ്ചരിച്ച് പോയ കഥകളുണ്ടല്ലോ. എന്നിട്ടാണല്ലോ നിങ്ങളുടെ നാട്ടിൽ തന്നെ അവസാനത്തെ റസൂലൂരും പോയിക്കോ മടക്കിയത്. അതെ, എന്നിട്ടാണ് ഒരാൾ കുത്തിക്കൊന്നത്. പണ്ടേ അവിടുത്തെ ഖുറാബാദിനെ എതിർക്കുന്ന ആളാണ്. അപ്പോൾ നാട്ടുകാർക്ക് പറ്റൂല, ഉള്ളത് പറയുന്ന കണ്ടുകൂടല്ല. വമിൻഹും അബൂ സലമ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ അസദിൽ മഖ്സൂമി. ഉമ്മി സലമ, ഉമ്മു സലമ ബേബിയുടെ ഭർത്താവായിരുന്ന അബൂ സലമ അബ്ദുല്ല ഇബ്നു അബ്ദുൽ അസദ്. ഏത് ഉമ്മു സലമ ഓറ് ഷഹീദായതിനു ശേഷം എന്താക്കി? തങ്ങളുടെ ഭാര്യയായിട്ടുണ്ട്. അതാണ് കബില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലമാനെ പറ്റി ഞമ്മല്ലേ പണ്ട് സഹാബത്തിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞത്. കുഞ്ഞിനെ കൊണ്ടുപോകാൻ വിടൂലെന്ന് പറഞ്ഞിട്ട് പൊടിയും വലിയാക്കി അവസാനം തോളിന്ന് കയ്യൂരിപ്പോയതും 1 കൊല്ലം വരെ അതിർത്തിയിൽ നിന്ന് കരഞ്ഞതും.
ഖബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് മുമ്പ് ഉമ്മു സലമാൻ്റെ ഭർത്താവാണ് അബ്ദുള്ള. അസ്ലമ ബഅദ തിസ്അത്തി അൻഫുസിൻ, 9 ആൾ തികഞ്ഞതിന് ശേഷമുള്ള 10ാമത്തെ ആളാവും പോയി. 9 ആൾ തികഞ്ഞിപ്പം ഇവരുടെ കൂടി ആയാൽ 10ാമത്തെ ആളായില്ലേ. വക്കീൽ അഹ്മൽ ഹാദിയഷ, 11 ആൾ വരെ കഴിഞ്ഞുണ്ട്. അപ്പോൾ ആദ്യം 10 ഇവർ 11. ഇനി വമിൻഹും ഉസ്മാൻ ഇബ്നു മദ്ഊനിൽ ജുമഹി റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്. പിന്നെ വ അഖവാഹു ഖുദാമത്തു വ അബ്ദുല്ലാഹി അവരുണ്ട്. വൽ അർഖം ഇബ്നു അബിൽ അർഖമിൽ മഖ്സൂമിയുമുണ്ട്. ഓരതാണ് ഇതാ പോര ദാറുൽ അർഖം. തങ്ങൾ കുറേ കാലം ക്ലാസ് എടുത്ത് അതാണ്. അപ്പോൾ അതെ, മദീനത്തു നിന്ന് വഫാത്തായി. എന്നിട്ട് തങ്ങൾ മീസാൻ കല്ല് കൊണ്ടുവരാൻ പറഞ്ഞു വെച്ചാലും ഒന്നും പറഞ്ഞില്ല. മണ്ടക്കയിൽ ദാറുൽ അർഖം എന്ന ഒരു പുരണ്ടല്ല, അത് അവരിലേക്ക് ചേർത്തിട്ടാണ്. ഈ അർഖം പിന്നെ അബിൽ അർഖമിൽ മഖ്സൂമിന്റെ വീടായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഹുദലി റളിയല്ലാഹു അൻഹു. വസബബു ഇസ്ലാമിഹി, അവർ ഇസ്ലാമാകാൻ ഒരു കാരണമുണ്ട്. മാ ഹദ്ദസ ബിഹി, മൂപ്പർ തന്നെ അത് പറയും. ഖാല കുന്തു ഫീ ഗനമിൻ ലിആലി ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിൻ്റെ ആട്ടിനെ മേയ്ക്കുന്ന ആളായിരുന്നു ഞാൻ. അലി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അടുത്തേക്ക് വന്ന് വമഅഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കൂടെ ഉണ്ട്. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ ഇൻദക മിൻ ലബൻ, മോനെ പാലുണ്ടോ? ഫഖുൽതു നഅം, ഉണ്ട്. പക്ഷെ വലാകിന്നി മുതമൻ, എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട സാധനമാണിത്, എനിക്കങ്ങനെ അനുവാദമില്ലാതെ കൊടുത്തുകൂടാന്ന്. ഖാല ഹൽ ഇൻദക മിൻ ഷാത്തിൻ ലം യൻസു അലൈഹിൽ ഫഅലു, കൂറ്റൻ അടിച്ചിട്ടില്ലാത്ത ആടുണ്ടോന്ന് ചോദിച്ചു. ഖുൽതു നഅം, അതുണ്ട്. ഫഅതൈതുഹു ബിശാത്തിൻ ശസൂസിൻ വഹിയല്ലതി ലാ ദർഅ ലഹ, അങ്ങനെ ഒരു ആട്ടിനെ കൊടുത്തതാന്ന്. ശസൂസ് തന്നെ മുല തന്നെ ഇല്ല. വക്കീല ലാ ലബന ലഹ, അതിനൊരർത്ഥം പാലില്ല എന്നൊരർത്ഥമുണ്ട്. ഏതായാലും മസഹൻ നബിയു സല്ലല്ലാഹു അലൈഹി മക്കാന ദർഇ, ആ അകിടിൻ്റെ സ്ഥാനത്ത് തങ്ങൾ തടങ്ങിയിട്ട് ഫൈദാ ദർഉൻ ഹാഫിൻ മംലൂഉൽ ലബന, നോക്കുമ്പോൾ പാല് കൊണ്ട് നിറക്കപ്പെട്ട ആ അകിടാണിപ്പോൾ കാണുന്നത്. ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അടുക്കലേക്ക് ഞാൻ പോയി. പാത്രം വേണ്ടേ? ബി സഖറത്തിൻ മൻഖൂറത്തിൻ, ഈ കല്ലിൽ തുറന്നുണ്ടാക്കപ്പെട്ട ഒരു പാത്രം. ഒരു കല്ലെടുത്തിട്ട് നടുവിനെ തുറന്നാൽ ഇത് ഭയങ്കര ഇഖ്ലാസുള്ള ഉറക്കമൊന്നുമല്ല. പണ്ട് ഷാദത്ത് റാത്തീബിൽ ഉറങ്ങിയ കൂട്ടുണ്ട്, ഇങ്ങനെ ആടും പെണ്ണുങ്ങൾ ഉറങ്ങും. അപ്പം ഇപ്പോഴത്തെ ഗയ്യലക്കെങ്കിൽ പിന്നെ എനിക്ക് മൂക്കും പല്ലും ഉണ്ടാവില്ല. അങ്ങനെ ഫഹത്തലബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം കറന്ന് ഫസഖാ അബൂബക്കറിൻ വസഖാനി, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കും കൊടുത്ത്, വസഖാനി എനിക്കും കുടിപ്പിച്ച്, സുമ്മ ശരിബ, മുമ്പേ പറഞ്ഞല്ലോ സാക്കൽ ഖൗമി ആഖിറുഹും ശുർബ, ലാസ്റ്റ് കുടിക്കുന്നു. സുമ്മ ഖാല ലിൽറഇ, ലറഇനോട് പറഞ്ഞു ക്ലിസ് ബെല്ലിനോന്ന്. ഫറജഅ കമാ കാന, നേരത്തെ ഉള്ള പോലെയാണ്. وإلى ذلك أشار السبكي رضي الله عنه في تائيته, സുബുക്കി ഇമാമിൻ്റെ ഒരു ബൈത്താം 240 വരിയല്ലേ. ورب عناق ما نزل الفحل فوقها مسحت عليها باليمين فضرتي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. അത് സുബുക്കി ഇമാമ് തങ്ങളുടെ മദഹിലുണ്ടാക്കിയ ഒരു ബൈത്താണ്. അത് നാട്ടിൽ നിന്നുണ്ടാക്കിയതാണോ റൗദ ഷരീഫിൽ പോയിട്ട് ഇങ്ങനെ പാടിയതാണോ, അങ്ങനെ പല ഖിലാഫുണ്ട്. ചിലവർ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് റൗദ സിയാറത്തിന് പോയിട്ട് അവിടെ വെച്ചിട്ട് മുവാജഹത്താരി ചൊല്ലി തങ്ങളുടെ ഖിതാബായിട്ടാണ് എല്ലാം. 240 വരെ ഞാൻ എണ്ണിയിലുണ്ടായത്. ചിലതിൽ എന്തോ സിയാദത്തുണ്ടെന്ന് വയസ്സ് വിളിച്ചു പറഞ്ഞു. നമ്മൾ അതും കൂടെ പ്രിൻ്റ് എടുത്തോ. അദ്വാൻ്റെ ഭാഗത്ത്
തുടക്കം എന്താണ്? തയഖ്ഖദ് ലിനഫ്സിൻ അൻ ഹുദാഹാ തവല്ലതി വബാദിർ ഫഫി തഖീരി അഅ്ലാമു വഹശതി എന്നതിൻ്റെ തുടക്കം. وحتى ملأت لرشد عنانها وقد بالغت في الغي അങ്ങനെ താവണ്ട അവസാനിക്കുന്നത്. ചുരുക്കത്തിൽ ബുർദയിൽ പറഞ്ഞതുപോലെ എന്താക്കും? കുറേ നഫ്സിനെ കുറ്റപ്പെടുത്തി, ഞാൻ അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി, അല്ലാഹ് ദിക്ർ ചെല്ലാൻ പഠിച്ച നാവ് കൊണ്ട് ഫുളൂല് പറയുന്നതായിപ്പോയി, കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ണുകൊണ്ട് കണ്ടുപോയി, കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത കാര്യം കേട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ആകെപ്പാടെന്തായി ദോഷത്തിന് വേണ്ടി മാത്രം പടക്കപ്പെട്ടതായോ എന്നുള്ള ദുഃഖത്തിൽ ഞാനിങ്ങനെ കഴിയുന്നു. ഇനി എന്താണ് രക്ഷാമാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ ഇങ്ങനെ കരിയും. അപ്പോഴാണ് ഞാൻ നിരാശൻ്റെ വക്കത്തെത്തിയപ്പോൾ ഒരു ബോധോദയം വന്നത്. ഇതിനെല്ലാം പരിഹാരം ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടിയ ഒരു കൗമിനെ നരകത്തിൻ്റെ വക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു നബി മദീനയിലുണ്ടല്ലോ, പിന്നെന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? പിന്നെ അവിടെ പോയിട്ട് ഇതെല്ലാം പറയാം എന്ന് പറഞ്ഞിട്ടാണ് എന്താക്കുന്നത്? അവിടെ പോയിട്ട് യാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചിട്ട് പാടുന്നു. ഇങ്ങനെ മൗജിദാത്ത് ഇങ്ങനെ ഉണ്ട്, ഓരോ മൗജിദാത്തുണ്ട്. അവസാനം ദുആയിലും ദ്വാൻ്റെ അർത്ഥത്തിൽ പറയല് എന്തെന്ന്? വലവ് അന്നഹും ഇന്നലെ ഞാൻ രണ്ട് മുഖദ്ദിമൻ്റെ ഇടയിലാന്ന് പറഞ്ഞു. എന്താണ് മുഖദ്ദിമ? ഒന്ന്, വലവ് അന്നഹും ഇന്നലമോ അൻഫുസഹും ജാവുക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂല ലവജദുല്ലാഹ തവ്വാബർ റഹീമായത്ത്. രണ്ടാമത്തെ മുഖദ്ദിമ ഞാനെന്താക്കി? നഫ്സിനോട് ദുൽമ ചെയ്ത ആളാണ്. ഇന്നലമോ അൻഫുസഹും എന്ന് പറഞ്ഞ കൂട്ടത്തിലൊരു വ്യക്തിയായില്ലേ, അതിൽപ്പെട്ട്. അപ്പം ഞാൻ നഫ്സിനോട് ദുൽമ ചെയ്ത ആളാണെന്ന് ഒന്നാമത്തെ മുഖദ്ദിമ. നഫ്സിനോട് ദുൽമ ചെയ്ത ആളെന്ത് വേണം? തങ്ങളെ ഹദ്റത്തിലേക്ക് വന്നിട്ട് ഇസ്തിഗ്ഫാർ ചെല്ലുക. തങ്ങളെന്താക്കുക? അവർക്ക് കൊണ്ട് ഇസ്തിഗ്ഫാർ ചെല്ലുക. എന്നാലോ നതീജ എന്താണ്? ലവജദുല്ലാഹ തവ്വാബർ റഹീമാന്ന് കിട്ടും. അതാക്കൂട്ടം ആകെ കൊല്ലത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയണം. ഞാൻ രണ്ട് മുഖദ്ദിമൻ്റെ ഇടയിലാന്ന് പറഞ്ഞാൽ എന്താ ഈ മുഖദ്ദിമ? സുഹൃത്ത് എന്താണ്? അന വാലിമുല്ലി നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനോട് ദുൽമ ചെയ്ത ആളാണ്. നഫ്സിനോട് ദുൽമ ചെയ്ത ആൾ എന്ത് വേണം? ജാഊക, തങ്ങൾക്കിലേക്ക് വരണം, അത് ഇസ്തിഗ്ഫാർ ചെല്ലണം. എന്നിട്ടോ തങ്ങളെന്താകണം? ഏറ്റെടുത്തിട്ട് ഫസ്തഗ്ഫറ ലഹുമുർ റസൂലും ആവണം. എന്നാൽ നതീജ എന്താകും? ലവജദുല്ലാഹ തവ്വാബർ റഹീം ഏറ്റെന്നാലും കിട്ടും. ഇപ്പോൾ ശരിയായില്ലേ? അതിലാണ് ആ മൗജിദത്ത് കണ്ടത്. റബ്ബ അനാഖിൻ മാ നസൽ ഫഹലു ഫൗഖഹാ മസഹത അലൈഹാ ബിൽ യമീനി ഫദറതി. എത്ര ആട്ടുംകൂട്ടം! മാ നസൽ ഫഹലു, ഒരു കൂറ്റൻ അതിൻ്റെ മുകളിൽ അടിച്ചിട്ടില്ല. ഫൗഖഹാൻ്റെ മുകളിൽ കയറി എന്നിട്ടാൽ കാലടി അടിച്ചിട്ടില്ല. തങ്ങളെന്താക്കി? തങ്ങളെ ബലത്തെ കൈ കൊണ്ട് തടകിയപ്പോൾ പാലൊഴുകി വന്ന സംഭവങ്ങൾ എത്രയോ ഉണ്ടല്ലോ. فلما رأى ابن مسعود رضي الله عنه هذا من رسول الله صلى الله عليه وسلم, തങ്ങളിൽ നിന്ന് ഈ മുഅ്ജിസത്ത് കണ്ടപ്പോൾ അസ്ലമ, മുസ്ലിമായി. വഖാല യാ റസൂലല്ലാഹ് അല്ലിംനി, അല്ലാഹു റസൂലേ എനിക്കെന്തല്ലോ പഠിപ്പിച്ചു തരണം. ഫമസഹ റഅസഹുടെ തല തടകിയിട്ട് പറഞ്ഞു, വഖാല ബാറകല്ലാഹു ഫീക, നിങ്ങൾക്ക് അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. ഫഇന്നക ഗുലാമുൻ മുഅല്ലമുൻ, പഠിപ്പിക്കേണ്ട കുട്ടി തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചാൽ മുതലാവും. അതുകൊണ്ട് ആദ്യം തന്നെ ഇതാരാൻ്റെ ആടാണ് എനിക്കങ്ങനെ വിശ്വാസം അർപ്പിച്ചേൽപ്പിച്ചതെന്ന് പറഞ്ഞ്, അപ്പോൾ എത്രത്തോളം അവർക്ക് ഇസ്ലാം അതിന് മുമ്പ് തന്നെ അമാനത്തുണ്ട് എന്ന് വന്നല്ലോ. ഇതാണല്ലോ ഖുർആനിലെ നേതാവായി പറഞ്ഞത്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്രിമു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് വയുദിനിഹി വലാ യഹ്ജുബുഹു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ വല്ലാതെ ആദരിക്കും, അവരെ നല്ലോണം അടുപ്പിക്കും, മറിഞ്ഞു നിൽക്കൂല. ഫലിദാലിക കാന കസീറൽ വുലൂജി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് അബ്ദുല്ലാഹി. വകാന യംശി അമാമഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ മുമ്പിൽ നടക്കും. വയസ്തുറുഹു ഇദാ ഇഗ്തസല, കുളിക്കുന്ന അവസരത്തിൽ മറയുണ്ടാക്കി കൊടുക്കും. വയൂഖിദു ഇദാ നാമ, ഉറങ്ങിപ്പോയെങ്കിൽ ഒന്ന് ഉണർത്തും. വയുൽബിസുഹു അലൈഹി ഇദാ ഖാമ, തങ്ങൾ എണീച്ചെടുക്കുമ്പോൾ ചെരുപ്പ് തിരിച്ചു കൊടുക്കും. ഫൈദാ ജലസ, തങ്ങൾ മജ്ലിസിലിരുന്നാൽ അദ്ഖലഹുമാ ഫീ ദിറാഇഹി, തങ്ങളെ ദിറായിൽ അതിങ്ങനെ പോക്കും. ചുമൽ എടുത്തിട്ട് തങ്ങളെ ചെരുപ്പ്
വലിദാലിക കാന മശ്ഹൂറൻ ഇൻദ സ്വഹാബത്ത് അയ്ളൻ. അതുകൊണ്ടെന്താ ഈ സഹാബത്തിൻ്റെ ഇടയിൽ വലിയ മശ്ഹൂറായി. യൂസുഫ് നബി പറഞ്ഞില്ല, സഈദ് ബിൻ മസ്ഊദ് ബിഖിദ്മാത്തി നഅലിഹി ഫഅന സഈദു ബിഖിദ്മതി ലിമിസാലിഹാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെരുപ്പിൻ്റെ ഖിദ്മത്ത് എടുത്തിട്ട് സഈദായി, അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ സഈദായി എന്ന് യൂസുഫ് നബി ഒരു പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ബിഅന്നഹു സാഹിബു സിർരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ സിർറ് കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. പ്രൈവറ്റ് സെക്രട്ടറി എന്ന് നമ്മൾ പറയില്ലേ. ഉബശ്ശറഹു ബിൽ ജന്ന, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. അപ്പം നേരത്തെ അസത്ത് മുബശ്ശരീങ്ങളിൽ പുറമെ അപ്പം 10 ആളേ ഉള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. ഉണ്ട്, ഫാത്തിമ ബീബി ഉണ്ട്, അങ്ങനെ പലരും ഉണ്ടല്ല. ആ 10 ആളിൽ ഇപ്പം ഹംസത്ത് റളിയല്ലാഹു അൻഹു ഇല്ലല്ല, 10 എണ്ണിയില്ലേ. വഖാല റളീതു ലി ഉമ്മത്തി മാ റളിയ ലഹ ഇബ്നു ഉമ്മ അബ്ദ് വസഖിതു ലഹ മാ സഖിത ലഹ ഇബ്നു ഉമ്മ അബ്ദ് എന്ന് പറയും. അതിന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ പേരാണ് ഇബ്നു ഉമ്മ അബ്ദ്. അവർക്ക് പൊരുത്തകരമായ കാര്യം ഉണ്ടെങ്കിൽ അതെൻ്റെ ഉമ്മത്തിനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പൊരുത്തപ്പെടും. അവർ വെറുക്കുന്ന വല്ല കാര്യം ഉണ്ടെങ്കിൽ അതെൻ്റെ ഉമ്മത്തിന് ഇല്ലാതിരിക്കാൻ ഞാൻ അത് വെറുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പം അത്ര കണ്ട് ഒരു അംഗീകാരമാണ്. അത് അസാബിക്കങ്ങളിട്ടുണ്ട് സമയം കൊണ്ടിട്ടില്ല. അതിലിപ്പോൾ ലക്ഷക്കണക്കിന് സാഹിബുകളെ പറയാൻ ബാക്കിയുണ്ടല്ല. ഏത് നബിയുടെ മക്കളെ പറ്റി മുമ്പ് പറഞ്ഞില്ലേ? പിന്നെ അബൂദറിൽ ഖിഫാരിൻ്റെ ചരിത്രമാണ്, കുറച്ച് നീണ്ടതാന്ന്. അത് മുമ്പ് നമ്മൾ 2 വട്ടമായിട്ട് ഓതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് നീണ്ട സംഭവം. അബൂദർ ഖിഫാരിയെ അന്വേഷിക്കാൻ വേണ്ടി വന്നതും മക്കത്ത് പരീബായിട്ട് കുറേ ദിവസം കൂടിയതും അതാ സംഭവങ്ങളെ മതി. Okay.